അതിരുകളില്ലാതെ പരന്നു കിടക്കുന്ന പച്ചപ്പിൻ്റെ മഹാസമുദ്രം. ആകാശത്തു നിന്ന് നോക്കിയാൽ ഭൂമിയുടെ ഹൃദയത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പച്ച സ്വർഗം. അതാണ് ആമസോൺ. ഇലച്ചാർത്തുകൾക്കിടയിലൂടെ സൂര്യപ്രകാശം ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങുമ്പോൾ അതൊരു വെറും കാടല്ലെന്ന് നിങ്ങൾക്ക് തോന്നും. ശ്വസിക്കുന്ന, തുപിക്കുന്ന ഒരു വലിയ ജീവലോകമാണത്. നൂറുകണക്കിന് കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന നിബിഡ വനങ്ങൾ, സ്വർണ്ണ നിറത്തിലൊഴുകുന്ന നദികൾ, കാറ്റിനൊപ്പം നൃത്തം വെക്കുന്ന ആയിരക്കണക്കിന് വർണ്ണപ്പക്ഷികൾ, ഭൂമിയിൽ മറ്റൊരിടത്തും കാണാനാകാത്ത അപൂർവ ജീവജാലങ്ങൾ. ഓരോ ചൂടിലും പുതിയൊരു കണ്ടെത്തൽ, ഓരോ നിമിഷത്തിലും പുതിയൊരു സാഹസികത. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ ഈ കാടിനെ സ്വപ്നം കാണുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അറിയാത്ത ലോകങ്ങളെ കണ്ടെത്താൻ, ആരും കാണാത്ത കാഴ്ചകൾ കാണാൻ, സ്വന്തം പരിധികളെ പരീക്ഷിക്കാൻ. കാരണം ആമസോൺ വെറുമൊരു കാടല്ല, അതൊരു വലിയ അനുഭവമാണ്, അതൊരു വിളിയാണ്. പക്ഷേ പലർക്കും ഈ സ്വപ്നം പിന്നീട് വലിയൊരു പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട്. കാരണം ഈ അതിശയകരമായ സൗന്ദര്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് മനുഷ്യന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു നരകമാണ്. സൂര്യൻ അസ്തമിക്കുന്നതോടെ ഈ കാടിൻ്റെ മുഖം മാറും. നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ആ കൂരിരുട്ടിൽ ആരോ നിങ്ങളെ തന്നെ ലക്ഷ്യമാക്കി നടക്കുന്നുണ്ടാകും. ഒരു ജാഗ്വാർ, ഒരു ചെറിയ കാൽപെരുമാറ്റം പോലുമില്ലാതെ ശരിയായ നിമിഷത്തിനായി കാത്തിരിക്കുന്ന വേട്ടക്കാരൻ. ചെളി നിറഞ്ഞ ആ നദികളോ, ശാന്തമായ ജലോപരിതലത്തിന് താഴെ നിശബ്ദരായി കാത്തിരിക്കുന്നത് ഭീമൻ അനക്കോണ്ടകളാണ്. മരണം അവിടെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളെ തേടിയെത്താം. മനോഹരമായ നിറങ്ങളുള്ള ഒരു ചെറിയ തവളയെ കണ്ടാൽ നിങ്ങൾക്കതിനെ തൊടാൻ തോന്നിയേക്കാം. എന്നാൽ ആ ഒരൊറ്റ സ്പർശം മതി നിങ്ങളുടെ ജീവനെടുക്കാൻ. ഒരിക്കലെങ്കിലും കുത്തേറ്റാൽ മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വേദന നൽകുന്ന ബുള്ളറ്റാഞ്ചുകൾ, വിഷപ്രാണികൾ, കൊതുകുകൾ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പോലും കഴിയാത്ത സൂക്ഷ്മജീവികൾ. ഈ കാട്ടിൽ വലിപ്പമല്ല ആര് ജീവിക്കണം ആര് മരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി എല്ലാം അവസാനിക്കാൻ. ഇനി ഇപ്പോൾ വഴിതെറ്റിയാലോ? ചുറ്റും ഒരേപോലെയുള്ള മരങ്ങൾ മാത്രം, ഒരേ ശബ്ദങ്ങൾ, എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ് മാത്രം. ദിശകളില്ല, അടയാളങ്ങളില്ല, കേൾക്കാൻ ഒരു മനുഷ്യ ശബ്ദമില്ല. നിങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും, എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാതെ. അപ്പോൾ ഒരു ചോദ്യം വരാം, ഈ കാട്ടിലെ ഏറ്റവും വലിയ അപകടകാരി ആരാണ്? ജാഗ്വാറോ, അനക്കോണ്ടയോ, അതോ വിഷമുള്ള ജീവികളോ? അല്ല, ഈ കാട്ടിലെ ഏത് മൃഗത്തെക്കാളും വിഷമുള്ളത് ചിലപ്പോൾ മനുഷ്യർക്കായിരിക്കും. അതെ, മനുഷ്യർ. ഒരു മൃഗം നിങ്ങളെ ആക്രമിക്കുന്നത് അതിൻ്റെ വിശപ്പ് കൊണ്ടോ സ്വഭാവം കൊണ്ടോ ആണ്. പക്ഷേ ഒരു മനുഷ്യൻ നിങ്ങളെ വഞ്ചിക്കുമ്പോൾ അതിന് പിന്നിൽ വലിയൊരു രഹസ്യമുണ്ടാകും, അല്ലെങ്കിൽ കൊടിയൊരു ലക്ഷ്യം. ഇനി നമുക്ക് നമ്മുടെ കഥയിലേക്ക് വരാം. ലോകം ചുറ്റി സഞ്ചരിക്കാൻ കൊതിച്ച ഒരു യുവാവ്, സാധാരണ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ ഒന്ന് അന്വേഷിച്ചിറങ്ങിയവൻ, സാഹസികതയെ പ്രമേയിച്ചവൻ. അവൻ്റെ പേര് യോസി. തൻ്റെ ജീവിതത്തിൽ എന്തോ വലിയൊന്ന് നഷ്ടപ്പെട്ടതായി അവന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് പുതിയ നാടുകൾ കാണാനും അനുഭവങ്ങൾ തേടാനും അവൻ യാത്ര തിരിച്ചത്. പക്ഷേ അവൻ അന്ന് അറിഞ്ഞിരുന്നില്ല, അവൻ എടുക്കാൻ പോകുന്ന ആ ഒരൊറ്റ തീരുമാനം അവൻ്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോവുകയാണെന്ന്. ഉടൻ തന്നെ അവൻ കണ്ടുമുട്ടാൻ പോകുന്ന ആ മനുഷ്യൻ അവൻ്റെ വിധി തന്നെ തിരുത്തി എഴുതുമെന്ന്. കാരണം അയാളെ കണ്ടുമുട്ടിയ ആ നിമിഷം മുതൽ യോസിയുടെ ജീവിതം തിരിച്ചു മറക്കാനാവാത്ത ഒരു ഇരുണ്ട വഴിയിലേക്ക് തിരിയുകയായിരുന്നു. വെൽക്കം ടു എഡ്ജ് ഓഫ് സ്റ്റോറീസ്. കൂടുതൽ ആവേശകരമായ ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളിപ്പോൾ ഏത് നാട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? നിങ്ങളുടെ നാടിൻ്റെ പേര് കേൾക്കാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആ മനുഷ്യനെ കണ്ട നിമിഷം അവരുടെ ജീവിതം ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ഒരിരുണ്ട വഴിയിലേക്ക് തിരിയുകയായിരുന്നു. പക്ഷേ ആ നിമിഷത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഈ കഥയിലെ പ്രധാനികളെ ഒന്ന് പരിചയപ്പെടാം. കാരണം ഇത് വെറുമൊരു കാടിൻ്റെ കഥയല്ല, ഇത് 4 മനുഷ്യരുടെ കഥയാണ്.
4 സ്വപ്നങ്ങൾ, 4 വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ, 4 വേറിട്ട ജീവിതങ്ങൾ. ഒടുവിൽ ഒരൊറ്റ തീരുമാനത്തിലൂടെ ഒരേ വിധിയിലേക്ക് നടന്നുപോയ 4 യാത്രികർ. വർഷം 1981. സ്ഥലം തെക്കേ അമേരിക്കയിലെ ബൊളീവിയ. ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള ബാക്ക്പാക്കർമാരെ കൊണ്ട് നിറഞ്ഞിരുന്ന കാലം. അപരിചിതമായ രാജ്യങ്ങളിലൂടെ അലയുക, പുതിയ മനുഷ്യരെ കണ്ടെത്തുക, കാടുകളും മലകളും മരുഭൂമികളും താണ്ടുക. അന്നത്തെ യുവാക്കൾക്ക് അതൊരു ആവേശമായിരുന്നില്ല, അതൊരു ജീവിതശൈലി തന്നെയായിരുന്നു. അത്തരത്തിൽ ലോകം ചുറ്റാനിറങ്ങിയ ഒരു യാത്രികനായിരുന്നു യോസി. ഇസ്രായേലിൽ നിന്നുള്ള 23 വയസ്സുകാരൻ. മെലിഞ്ഞ പ്രകൃതം, ചുരുണ്ട കറുത്ത മുടി, മുഖത്തൊരു ചെറിയ താടി, എപ്പോഴും എന്തോ ആഴത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണുകൾ. അവൻ്റെ തോളിലുണ്ടായിരുന്ന ആ പഴയ ബാക്ക്പാക്കിൽ വിലപിടിപ്പുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് വസ്ത്രങ്ങൾ, ചില പുസ്തകങ്ങൾ, പിന്നെ അത്യാവശ്യ സാധനങ്ങളും മാത്രം. പക്ഷേ ആ ബാഗിനേക്കാൾ ഭാരം അവൻ്റെ മനസ്സിലെ സ്വപ്നങ്ങൾക്കായിരുന്നു. ലോകം കാണാനുള്ള അതിയായ ആഗ്രഹം, ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തോ ഒന്ന് കണ്ടെത്താനുള്ള ദാഹം. യോസി വെറുമൊരു വിനോദസഞ്ചാരിയായിരുന്നില്ല, അവൻ എന്തിനെയോ അന്വേഷിച്ചിറങ്ങിയവനായിരുന്നു. അതെന്താണെന്ന് അവന് പോലും കൃത്യമായി അറിയില്ലായിരുന്നു. ചിലർ യാത്ര ചെയ്യുന്നത് പുതിയ സ്ഥലങ്ങൾ കാണാനല്ല, മറിച്ച് സ്വയം കണ്ടെത്താനാണ്. യോസിയും അക്കൂട്ടത്തിലൊരാളായിരുന്നു. ബൊളീവിയയിലെ തെരുവുകളിലൂടെ നടക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അവൻ കണ്ടവൻ കണ്ടുമുട്ടുന്ന ഓരോ മുഖവും കേൾക്കുന്ന ഓരോ കഥയും അവനെ കൂടുതൽ കൗതുകപ്പെടുത്തി. ഓരോ ദിവസവും അവനൊരു പുതിയ സാഹസികതയായിരുന്നു. പക്ഷെ അവനെന്ന് അറിഞ്ഞിരുന്നില്ല, താൻ അന്വേഷിച്ചു നടന്ന ആ വലിയ സാഹസികത വളരെ വേഗം തന്നെ തേടി എത്താൻ പോവുകയാണെന്ന്. ആ യാത്രകൾക്കിടയിലാണ് അവൻ കെവിനെ പരിചയപ്പെടുന്നത്. അമേരിക്കക്കാരനായ കെവിൻ. യോസിയേക്കാൾ ഉയരം കൂടിയ, വെയിലേറ്റ് ഇരുണ്ട മുഖമുള്ള ഒരു യുവാവ്. ചുണ്ടിൽ എപ്പോഴും വിടർന്നു നിൽക്കുന്ന ഒരു വലിയ ചിരിയുണ്ടായിരുന്നു അവന്. എവിടെ ചെന്നാലും ആളുകളുമായി വേഗത്തിൽ ഇടപഴകാനും അവരെ സുഹൃത്തുക്കളാക്കാനും അവനൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. യാത്രകളുടെ കഥകൾ മണിക്കൂറുകളോളം ആവേശത്തോടെ പറയാൻ കെവിനെ കഴിഞ്ഞേ ആളുകളുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ സൗഹൃദത്തിന് പിന്നിൽ അവനിൽ വലിയൊരു സാഹസികനുണ്ടായിരുന്നു. റിസ്ക് എടുക്കാൻ യാതൊരു മടിയുമില്ലാത്ത, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ എപ്പോഴും തയ്യാറുള്ള ഒരു യഥാർത്ഥ സാഹസികൻ. യോസിയും കെവിനും വളരെ വേഗം അടുത്ത സുഹൃത്തുക്കളായി. കാരണം അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വലിയൊരു ഘടകമുണ്ടായിരുന്നു. രണ്ടുപേരും ജീവിതത്തെ ഒരു സാധാരണ ചട്ടക്കൂടിൽ കാണാൻ ആഗ്രഹിച്ചവരല്ല, എപ്പോഴും അതിനപ്പുറം എന്തോ ഒന്ന് തേടുന്നവർ. പക്ഷേ ഈ സൗഹൃദയാത്ര അധികനാൾ ഇങ്ങനെ സമാധാനപരമായി തുടരില്ലെന്ന് അപ്പോൾ അവർക്കറിയില്ലായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം അവരുടെ കൂട്ടത്തിലേക്ക് മറ്റൊരാൾ കൂടിയെത്തി. അവൻ്റെ പേര് മാർക്കസ്. സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള ഒരു യുവാവ്. യോസിയെയും കെവിനെയും അപേക്ഷിച്ച് വളരെ ശാന്തനായിരുന്നു അവൻ. വൃത്തിയായി വസ്ത്രം ധരിക്കുന്ന, എല്ലാ കാര്യങ്ങളും കൃത്യതയോടെ ചെയ്യുന്ന പ്രകൃതം. അവൻ്റെ മുഖത്ത് എപ്പോഴും ഒരു വല്ലാത്ത സൗമ്യതയുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരു ചെറിയ ജീവിയെപ്പോലും ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾ. മാർക്കസിൻ്റെ ഏറ്റവും വലിയ ശക്തിയും അതുതന്നെയായിരുന്നു, ഒരുപക്ഷെ അവൻ്റെ ഏറ്റവും വലിയ ദൗർബല്യവും. കാരണം ഈ ലോകം എപ്പോഴും നല്ല മനുഷ്യരോട് നല്ല രീതിയിലല്ലല്ലോ പെരുമാറുന്നത്. അവനും യാത്രകളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. പക്ഷേ അമിതമായ സാഹസികതയേക്കാൾ പുതിയ സംസ്കാരങ്ങളെയും മനുഷ്യരെയും അടുത്തറിയാനാണ് അവൻ ആഗ്രഹിച്ചത്. ആ കൂട്ടത്തിലെ ഏറ്റവും സെൻസിറ്റീവായ വ്യക്തി അവനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ ഏറ്റവും പെട്ടെന്ന് അപകടത്തിൽപ്പെടാൻ പോകുന്നതും അവനായിരിക്കാം. എന്നാൽ അതാരും അന്ന് തിരിച്ചറിഞ്ഞില്ല. ഒരു വൈകുന്നേരം ബൊളീവിയയിലെ ഒരു ചെറിയ ഹോസ്റ്റൽ. ഭിത്തികളിൽ നിറയെ മുൻപ് വന്ന യാത്രികർ കോറിയിട്ട കുറിപ്പുകൾ, പഴയ മരക്കസേരകൾ. പല രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രികരുടെ സംസാരങ്ങളും ചിരികളും അവിടെ മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് അവർ ആ നാലാമനെ കണ്ടുമുട്ടുന്നത്, കോൾ. ആദ്യ നോട്ടത്തിൽ തന്നെ അയാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ ആൾ, കട്ടിയുള്ള താടി, വെയിലേൽക്കാതെ വർഷങ്ങളോളം ഏതോ കൊടുംകാട്ടിൽ ജീവിച്ചതുപോലുള്ള ഒരു മുഖം. അയാളുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ടായിരുന്നു, ഒപ്പം മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ ഒരു നിഗൂഢതയും. അയാൾ വളരെ കുറച്ചു മാത്രമേ ചിരിച്ചിരുന്നുള്ളൂ. സംസാരിക്കുമ്പോൾ ഓരോ വാക്കും അളന്നു മുറിച്ചാണ് പറഞ്ഞിരുന്നത്. മറ്റുള്ളവരെക്കാൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടറിഞ്ഞ, ഒരുപാട് ലോകങ്ങൾ പിന്നിട്ട് ഒരു ഭോഗങ്ങൾ പിന്നിട്ട ഒരാളെപ്പോലെ.
അയാൾ അവരോട് ആമസോണിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആമസോണിൻ്റെ ആഴങ്ങളെക്കുറിച്ച്, അവിടുത്തെ ഗോത്രവർഗങ്ങളെക്കുറിച്ച്, ലോകഭൂപടത്തിൽ പോലുമില്ലാത്ത അജ്ഞാതമായ പ്രദേശങ്ങളെക്കുറിച്ച്. അയാൾ പറയുന്ന ഓരോ കഥയും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നതും വിശ്വസിക്കാൻ കഴിയാത്തതുമായിരുന്നു. യോസി അത് വളരെ ശ്രദ്ധയോടെ കേട്ടു. കെവിൻ ആവേശത്തോടെയും മാർക്കസ് വലിയ കൗതുകത്തോടെയും. പക്ഷേ അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. ഈ മനുഷ്യന് കാടിനെക്കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ എങ്ങനെ അറിയാം? ഇയാൾ ശരിക്കും ആരാണ്? ഇയാൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇയാൾ പറയുന്നതെല്ലാം സത്യമാണോ, അതോ എന്തെങ്കിലും മറച്ചുവെക്കുന്നുണ്ടോ? ഉത്തരങ്ങളില്ലായിരുന്നു, ചോദ്യങ്ങൾ മാത്രം. പക്ഷേ അത്യധികമായ സാഹസികത നെഞ്ചിലേറ്റുന്ന ആ യുവാക്കൾക്ക് ആ ചോദ്യങ്ങളെക്കാൾ വലുത് അയാൾ നൽകുന്ന അവസരങ്ങളായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആ 4 പേരും കൂടുതൽ അടുത്തു. രാത്രികളിൽ അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, തങ്ങളുടെ യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു, സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഒരാൾക്ക് ലോകം മുഴുവൻ ചുറ്റണം, മറ്റൊരാൾക്ക് മറക്കാനാവാത്ത അനുഭവങ്ങൾ സ്വന്തമാക്കണം, വേറൊരാൾക്ക് തന്നെ കണ്ടെത്തണം. എല്ലാവർക്കും അവരുടേതായ ലക്ഷ്യങ്ങൾ. പക്ഷെ ഇപ്പോൾ അവർക്കെല്ലാം കൂടി ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: അടുത്ത വലിയ സാഹസികത. അവർക്കപ്പോൾ അറിയില്ലായിരുന്നു, അവരിൽ ഒരാളെടുക്കാൻ പോകുന്ന ഒരു തീരുമാനം എല്ലാവരുടെയും ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കുമെന്ന്. ഇപ്പോൾ ഈ മുഴങ്ങിക്കേൾക്കുന്ന അവരുടെ ചിരികൾ വൈകാതെ തന്നെ നിലവിളികളായി മാറുമെന്ന്. ഈ ആവേശം മുഴുവൻ കൊടിയ ഭയത്തിന് വഴിമാറുമെന്ന്. അങ്ങനെയൊരു രാത്രി ഹോസ്റ്റലിലെ വെളിച്ചങ്ങൾ പതിയെ മങ്ങിക്കൊണ്ടിരുന്നു. പുറത്ത് തണുത്ത മലങ്കാറ്റ് വീശുന്നുണ്ട്. അപ്പോഴാണ് കോൾ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അയാളുടെ ശബ്ദത്തിനപ്പോൾ വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എല്ലാവരും കാതുകൂർപ്പിച്ചു. ആമസോണിനുള്ളിൽ ഒരു പ്രദേശമുണ്ട്. സാധാരണ ടൂറിസ്റ്റുകൾക്കൊന്നും എത്തിപ്പെടാൻ കഴിയാത്ത ഒരു സ്ഥലം, മാപ്പുകളിൽ പോലുമില്ലാത്ത ഒരിടം. യോസിയുടെ കണ്ണുകൾ തിളങ്ങി. കെവിൻ കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ടാഞ്ഞിരുന്നു. മാർക്കസ് ശ്വാസമടക്കി പിടിച്ചു കേട്ടു. കോൾ തുടർന്നു. അവിടെ ഒരു ആദിവാസി ഗ്രാമമുണ്ട്. പുറം ലോകം വളരെ അപൂർവമായി മാത്രം കണ്ടിട്ടുള്ള ഒരു സ്ഥലം. അവിടേക്ക് പോകാൻ ധൈര്യമുള്ളവർ ലോകത്ത് വളരെ കുറവാണ്. മുറിയിൽ വല്ലാത്തൊരു നിശബ്ദത പരന്നു. അയാളുടെ ഓരോ വാക്കുകളും അവരുടെ മനസ്സിൽ പുതിയ ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. ആരും കാണാത്ത നദികൾ, അപരിചിതമായ കൊടും കാടുകൾ, രഹസ്യ ഗ്രാമങ്ങൾ, യഥാർത്ഥ സാഹസികത. അവരിത്രകാലം തേടി നടന്നതും അതുതന്നെയായിരുന്നു. അവസാനമായി കോൾ അവരോട് ചോദിച്ചു, എന്നോടൊപ്പം വരാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? ആ ചോദ്യം ആ മുറിയിലെ വായുവിൽ തങ്ങി നിന്നു. അതൊരു വെറും ക്ഷണമല്ലായിരുന്നു, അതൊരു വാതിലായിരുന്നു. അവരുടെ ജീവിതത്തെ രണ്ടായി പകുക്കാൻ പോകുന്ന ഒരു വാതിൽ. അതിനപ്പുറം എന്താണെന്ന് അവർക്ക് 3 പേർക്കും അറിയില്ലായിരുന്നു. പക്ഷേ അത് തുറന്നു നോക്കാനുള്ള അവരുടെ ആഗ്രഹം ഉള്ളിലെ ഭയത്തേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ സാഹസികതയുടെ തിളക്കം മാത്രമാണുണ്ടായിരുന്നത്. പക്ഷേ ആ യാത്രയുടെ അവസാനം തങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത് എന്താണെന്ന് അവരിൽ ആരും അപ്പോൾ അറിഞ്ഞിരുന്നില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ ആവേശത്തിൻ്റെ തിരമാലകളായിരുന്നു. പക്ഷേ ആ വലിയ യാത്രയുടെ അവസാനം അവർക്കായി കാത്തുവച്ചിരുന്നത് എന്താണെന്ന് അവരിലാരും അറിഞ്ഞിരുന്നില്ല. അന്നത്തെ രാത്രി അവർക്കാർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. കോൾ പറഞ്ഞ കഥകൾ അവരുടെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. പുറം ലോകം കണ്ടിട്ടില്ലാത്ത ആദിവാസി ഗ്രാമങ്ങൾ, മാപ്പുകളിൽ പോലുമില്ലാത്ത രഹസ്യ വഴികൾ, ആരും സ്പർശിക്കാത്ത നദികൾ, നിഗൂഢമായ കൊടുംകാടുകൾ. ഒരു യഥാർത്ഥ യാത്രികൻ കേൾക്കാൻ കൊതിക്കുന്നതെല്ലാം ആ വാക്കുകളിലുണ്ടായിരുന്നു. യോസി ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ദൂരെയുള്ള മലനിരകളിൽ ചന്ദ്രപ്രകാശം വെള്ളിനൂൽ പോലെ വീണുകിടപ്പുണ്ട്. അവൻ്റെ മനസ്സിൽ അപ്പോൾ ഒറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: എന്തുകൊണ്ട് പോയിക്കൂടാ? കെവിനും അതേ ആവേശത്തിലായിരുന്നു. ജീവിതകാലം മുഴുവൻ ഓർത്തുവെക്കാൻ കഴിയുന്ന ഒരു വലിയ അനുഭവത്തിനായി അവൻ കൊതിച്ചു. കൂട്ടത്തിൽ മാർക്കസ് മാത്രമാണ് ഒരൽപ്പം മടിച്ചു നിന്നത്. അപരിചിതമായൊരു കാട്, അറിയാത്ത വഴി, തീർത്തും അപരിചിതനായ ഒരു ഗൈഡ്. അവന് ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നു. പക്ഷേ കാളിൻ്റെ ശബ്ദത്തിലെ ആ വല്ലാത്ത ആത്മവിശ്വാസം അതവർക്ക് നൽകിയ ധൈര്യം ചെറുതായിരുന്നില്ല.
അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആ വലിയ തീരുമാനമെടുത്തു. അവർ പോകും ആമസോണിൻ്റെ ഹൃദയത്തിലേക്ക്, അറിയാത്ത ആ പുതിയ ലോകത്തിലേക്ക്, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാഹസികതയിലേക്ക്. പക്ഷേ അവരന്ന് തിരിച്ചറിഞ്ഞില്ല, അത് തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായ തീരുമാനങ്ങളിൽ ഒന്നാകാൻ പോകുകയാണെന്ന്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ യാത്ര തുടങ്ങി. നഗരത്തിൻ്റെ കോലാഹലങ്ങൾ പതിയെ മാഞ്ഞു തുടങ്ങി. ടാർ റോഡുകൾ അവസാനിച്ചു. മനുഷ്യരുടെ ലോകം പിന്നിലായി. പകരം അവർക്ക് മുന്നിൽ പുതിയൊരു ലോകം അതിൻ്റെ വാതിലുകൾ തുറന്നു. ആമസോൺ. ആദ്യ കാഴ്ചയിൽ തന്നെ ആ കാട് അവരെ വിസ്മയിപ്പിച്ചു കളഞ്ഞു. അവർ കണ്ടത് വെറും മരങ്ങളായിരുന്നില്ല, ആകാശത്തെ ചുംബിക്കാൻ വെമ്പുന്ന ഭീമൻ തൂണുകൾ പോലെ തോന്നിപ്പിച്ചു അവ. നൂറുകണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള വൻമരങ്ങൾ, ഭൂമിയെ വിഴുങ്ങാൻ പാഞ്ഞെടുക്കുന്ന വലിയ പാമ്പുകളെപ്പോലെ എങ്ങും പടർന്നു പിടിച്ചു കിടക്കുന്ന വേരുകൾ. മുകളിലേക്ക് നോക്കിയാൽ ആകാശം കാണാൻ കഴിയില്ല. ഇലകൾ തീർത്ത വലിയൊരു പച്ച മേൽക്കൂര. അതിനിടയിലൂടെ സൂര്യപ്രകാശം അതികഠിനമായി പാടുപെട്ടാണ് താഴേക്കെത്തുന്നത്. കാണുന്നിടത്തെല്ലാം ജീവന്റെ തുടിപ്പുകൾ, എവിടെ നോക്കിയാലും ചലനങ്ങൾ, ഒളിപ്പിച്ചുവെച്ച രഹസ്യങ്ങൾ. യോസി ചുറ്റും നോക്കി. ലോകം പിടിച്ചടക്കിയ ഒരു കുപ്പിയുടെ സന്തോഷമായിരുന്നു അവൻ്റെ മുഖത്ത്. അവൻ ഇത്രകാലം അന്വേഷിച്ചു നടന്ന സാഹസികത ഇതായിരുന്നു. കെവിൻ തൻ്റെ ക്യാമറയിൽ ആ കാഴ്ചകൾ ഒപ്പിയെടുക്കുന്ന തിരക്കിലായി. ആകെ ഭയപ്പെട്ടിരുന്ന മാർക്കസ് പോലും ആ മാസ്മരികതയിൽ അത്ഭുതപ്പെട്ടുപോയി. കോൾ മാത്രം തികച്ചും ശാന്തനായിരുന്നു. ഇതെല്ലാം ഒരുപാട് തവണ കണ്ടുമടുത്ത ഒരാളെപ്പോലെ. അത് മറ്റുള്ളവർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകി. പക്ഷേ അവരന്ന് ശ്രദ്ധിച്ചില്ല. പിന്നീട് ആ ആത്മവിശ്വാസം തന്നെയാകും അവരുടെ ഏറ്റവും വലിയ സംശയത്തിന് കാരണമാകാൻ പോകുന്നതെന്ന്. കാടിൻ്റെ കൂടുതൽ ഉള്ളിലേക്ക് അവർ നടന്നു. ഓരോ മണിക്കൂറിലും ലോകം മാറുന്നത് പോലെ തോന്നി. മരങ്ങളുടെ വലിപ്പം കൂടി വന്നു. വഴികൾ കൂടുതൽ ഇടുങ്ങിയതായി. ശ്വസിക്കുന്ന വായുവിന് പോലും വല്ലാത്തൊരു ഭാരം. വിയർപ്പ് ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങി. വായുവിൽ ഈർപ്പം അത്രയധികമായിരുന്നു. ശ്വാസമെടുക്കുമ്പോൾ പോലും വെള്ളം കുടിക്കുന്നത് പോലെ തോന്നും. ചുറ്റും പലവിധ ശബ്ദങ്ങൾ. എവിടെയോ ചിലയ്ക്കുന്ന പക്ഷികൾ, അറിയാത്ത ജീവികളുടെ അലർച്ചകൾ, ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം. ഒരിടത്തും പൂർണ്ണമായ നിശബ്ദതയില്ല. ആമസോൺ എപ്പോഴും അവരോട് സംസാരിച്ചുകൊണ്ടേയിരുന്നിരിക്കാം. പക്ഷെ ആ ഭാഷ മനുഷ്യർക്ക് മനസ്സിലാകുമായിരുന്നില്ല. പെട്ടെന്നാണ് അവരുടെ മുന്നിലൂടെ തിളങ്ങുന്ന നിറങ്ങളുള്ള ഒരു പക്ഷി പറന്നുപോയത്. മരച്ചില്ലകളിൽ കാട്ടുകുരങ്ങുകൾ അവരെ നോക്കി പല്ലിളിച്ചു. പിന്നെ തെളിഞ്ഞൊഴുകുന്ന ഒരു നദി. സൂര്യപ്രകാശത്തിൽ അത് വെള്ളി പോലെ തിളങ്ങി. ആ കാഴ്ചകൾ അത്രയും മനോഹരമായിരുന്നു. വരാനിരിക്കുന്ന വലിയ അപകടത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവർ മറന്നുപോയി. അതായിരുന്നു ആമസോണിൻ്റെ ഏറ്റവും വലിയ വഞ്ചന. ആദ്യം അത് അതിൻ്റെ സൗന്ദര്യം കാണിച്ച് നിങ്ങളെ പ്രണയിക്കാൻ പഠിപ്പിക്കും. പിന്നീട് അതിൻ്റെ ഭീകരമായ യഥാർത്ഥ മുഖം നിങ്ങൾക്ക് നേരെ തിരിക്കും. 2-ാം ദിവസം, 3-ാം ദിവസം അവർ കൂടുതൽ ആഴങ്ങളിലേക്ക് നടന്നു. ഇപ്പോൾ കാടിൻ്റെ സ്വഭാവം മാറാൻ തുടങ്ങിയിരുന്നു. വഴികൾ വ്യക്തമല്ലാതായി. ചുറ്റും നോക്കിയാൽ ഒരേപോലെയുള്ള മരങ്ങൾ മാത്രം, ഒരേ പച്ചപ്പ്, ഒരേ ഇരുട്ട്. ഒരിക്കൽ യോസി തിരിഞ്ഞു നോക്കിയപ്പോൾ അവർ വന്ന വഴി ഏതാണെന്ന് അവനുപോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടും അവരെ വലിയൊരു വിപത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. രാത്രികൾ ഇതിലും ഭയാനകമായിരുന്നു. സൂര്യൻ അസ്തമിച്ചാൽ ആമസോൺ പൂർണ്ണമായും മറ്റൊരു ജീവിയായി മാറും. ഇരുട്ട് എന്ന് പറഞ്ഞാൽ നഗരങ്ങളിൽ കാണുന്ന ഇരുട്ടല്ല. സ്വന്തം കൈപ്പത്തി കണ്ണുകൾക്ക് മുന്നിൽ പിടിച്ചാൽ പോലും കാണാൻ കഴിയാത്ത അത്രയും കൊടിയ കൂരിരുട്ട്. അവർ ടെന്റുകൾ കെട്ടി തീ കത്തിച്ചു. തീജ്വാലകൾക്ക് ചുറ്റുമിരുന്ന് അവർ ഭക്ഷണം കഴിച്ചു, സംസാരിച്ചു, ചിരിച്ചു. പക്ഷേ ആ തീയുടെ വെളിച്ചം ചെന്ന് അവസാനിക്കുന്ന ആ വലിയ ഇരുട്ടിനുള്ളിൽ എന്തൊക്കെയോ തങ്ങളെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടെന്ന തോന്നൽ അവരെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ദൂരെ എവിടെ നിന്നോ ഒരു നിലവിളി കേൾക്കും. അപ്പോൾ എല്ലാവരും നിശബ്ദരാകും. നിമിഷങ്ങൾക്കകം ആ ശബ്ദം അവസാനിക്കും. വീണ്ടും ശ്വാസം മുട്ടിക്കുന്ന നിശബ്ദത. പെട്ടെന്ന് മറ്റൊരു ദിശയിൽ നിന്നും വേറൊരു ജീവിയുടെ ശബ്ദം കേൾക്കാം. ആ കാട് ഒരിക്കലും ഉറങ്ങുന്നുണ്ടായിരുന്നില്ല. അത് ശ്വാസമെടുക്കുകയായിരുന്നു, ചലിക്കുകയായിരുന്നു, ഇരയെ ലക്ഷ്യം വെക്കുകയായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിലാണ് വലിയൊരു മഴ പെയ്തിറങ്ങിയത്. ആദ്യം ചെറിയ തുള്ളികളായി തുടങ്ങി. പിന്നെ ആകാശം പൊട്ടിത്തെറിച്ചതുപോലൊരു പേമാരി. എല്ലായിടത്തും വെള്ളം. ടെന്റുകൾക്കുള്ളിൽ, വസ്ത്രങ്ങളിൽ, ചെളിയിൽ.
അതിനൊപ്പം കൊതുകുകളും ഉറുമ്പുകളും പേരുപോലും അറിയാത്ത വിഷപ്രാണികളും. ഉറങ്ങാൻ ശ്രമിച്ചാൽ പോലും ആ കാട് അതിനവരെ അനുവദിക്കില്ല. അവരൊന്നിച്ചുള്ള അവസാനത്തെ സമാധാനമുള്ള രാത്രികളായിരുന്നു അത്. ദിവസങ്ങൾ കടന്നുപോകെ അവരുടെ ആവേശത്തിൽ ആദ്യത്തെ വിള്ളലുകൾ വീണു തുടങ്ങി. മാർക്കസാണ് ആദ്യം തളർന്നത്. ചെളിയിലൂടെയുള്ള നടത്തം അവനെ വല്ലാതെ ബാധിച്ചു. നനഞ്ഞ ഷൂസുകൾക്കുള്ളിൽ അവൻ്റെ കാൽപാദങ്ങൾ മുറിഞ്ഞു ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൻ വേദന കൊണ്ട് പുളഞ്ഞു. എന്നിട്ടും അവൻ പരാതി പറയാതിരിക്കാൻ ശ്രമിച്ചു. യോസി അവനെ സഹായിച്ചു, കെവിൻ ആശ്വസിപ്പിച്ചു. പക്ഷേ കോൾ, അയാൾക്കെപ്പോഴും ഒരൊറ്റ മറുപടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇനി കുറച്ചു ദൂരം മാത്രം, നമ്മൾ ഉടനെത്തും, നാളെ എല്ലാം ശരിയാകും, നാളെ എല്ലാം ശരിയാകും. പക്ഷേ നാളെ വന്നപ്പോൾ വഴികൾ കൂടുതൽ ദുർഘടമാവുകയാണ് ചെയ്തത്. ഒരു വൈകുന്നേരം കെവിൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. കോൾ പറഞ്ഞ ദൂരവും അവർ യഥാർത്ഥത്തിൽ നടന്ന ദൂരവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. മറ്റൊരു ദിവസം കോൾ ഒരു ആദിവാസി ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞിരുന്നിരുന്നു. പക്ഷേ പിന്നീട് അതേപ്പറ്റി സംസാരിച്ചപ്പോൾ ആ ഗ്രാമത്തിൻ്റെ സ്ഥാനം തന്നെ മാറിയിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ ചെറിയ അബദ്ധങ്ങൾ, പക്ഷേ അതൊക്കെയും ഒരു വലിയ സംശയമായി അവരുടെ മനസ്സിൽ പുകയുന്നുണ്ടായിരുന്നു. അന്നത്തെ രാത്രി മഴ മാറി നിന്ന സമയം. കാടിന് എന്തോ ഒരു അസ്വാഭാവിക നിശബ്ദതയുണ്ടായിരുന്നു. കത്തിത്തീർന്ന തീയുടെ ചുവന്ന കനലുകൾ മാത്രം ബാക്കി. യോസി ഉണർന്നു കിടക്കുകയായിരുന്നു. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് അവൻ ആ ശബ്ദം കേട്ടത്. കെവിനും കാളും പുറത്തിരുന്ന് പതുക്കെ സംസാരിക്കുകയാണ്. സംസാരത്തിനിടയിൽ കെവിൻ ഒരു ചോദ്യം ചോദിച്ചു. ഒരു നിമിഷത്തെ കനത്ത നിശബ്ദത. പിന്നെ കാളിൻ്റെ മറുപടി വന്നു. പക്ഷേ ആ മറുപടി അയാൾ ഇതിനു മുമ്പ് അവരോട് പറഞ്ഞ കഥകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നായിരുന്നു. പിറ്റേന്ന് രാവിലെ യോസി അത് മറ്റുള്ളവരുമായി പങ്കുവച്ചു. ആദ്യം അതൊരു ചെറിയ സംശയമായിരുന്നു. പിന്നെ അതൊരു അസ്വസ്ഥതയായി. ഒടുവിൽ അതൊരു വലിയ ഭയമായി മാറി. കാരണം ആദ്യമായി അവരൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുകയായിരുന്നു. കാൾ പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ പറയുന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല. അതൊരു ഓർമ്മപ്പിശകാണോ, അതോ വെറുമൊരു തെറ്റാണോ, അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലുമുണ്ടോ? ആ രാത്രിയിൽ ആമസോണിൻ്റെ കൊടും തണുപ്പിലും അവർ വിയർക്കിയർക്കാൻ തുടങ്ങി. അവരുടെ മനസ്സിൽ ആദ്യമായി ആ ഭയാനകമായ ചോദ്യമുയർന്നു: നമ്മൾ ശരിക്കും ശരിയായ മനുഷ്യനെ തന്നെയാണോ വിശ്വസിച്ച് കൂടെ പോന്നത്? ആ ചോദ്യം ആരും ഉച്ചത്തിൽ പറഞ്ഞില്ല. പക്ഷേ അതെല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഒരു കറുത്ത നിഴൽ പോലെ, കരളലിയിക്കുന്ന ഒരു അസ്വസ്ഥത പോലെ, വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് പോലെ. എന്നാൽ അപ്പോഴേക്കും അവർ ആമസോണിൻ്റെ ഭൂപടമില്ലാത്ത ആഴങ്ങളിലേക്ക് ഒരുപാട് ദൂരം മുന്നോട്ടു പോയിരുന്നു. തിരിച്ചു പോവുക എന്നത് അസാധ്യമായിരുന്നു. മുന്നോട്ടു പോവുക എന്നത് ആത്മഹത്യാപരവും. അവർ കൃത്യമായി ഒരിടത്ത് കുടുങ്ങിപ്പോയിരുന്നു, ആമസോണിൻ്റെ ക്രൂരമായ ഹൃദയഭാഗത്ത്. പച്ച നരകത്തിലെ പരീക്ഷണങ്ങൾ അടുത്ത ദിവസം പുലർന്നത് വീണ്ടും ഒരു പേമാരിയുമായാണ്. ആകാശം പിളർന്നു പെയ്യുന്നത് പോലെയുള്ള അനന്തമായ മഴ. ഇനി ആ കാട് പഴയതുപോലെ മനോഹരമായിരുന്നില്ല. അവരെ ആദ്യം വിസ്മയിപ്പിച്ച ആ പച്ചപ്പ് ഇപ്പോൾ ഒരു പച്ച നരകമായി മാറിക്കഴിഞ്ഞിരുന്നു. കാടിൻ്റെ മാസ്മരിക സൗന്ദര്യം എവിടെയോ അപ്രത്യക്ഷമായി. പകരം ഇപ്പോൾ കണ്ണിലുടക്കുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. എങ്ങും നിറഞ്ഞു കിടക്കുന്ന കട്ടിയുള്ള ചെളി, ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച നനഞ്ഞ വസ്ത്രങ്ങൾ, ജീവൻ വറ്റിക്കുന്ന കടുത്ത ക്ഷീണം. ഓരോ ചുവടും ഒരു വലിയ പോരാട്ടമായിരുന്നു. ഓരോ മണിക്കൂറും അഗ്നിപരീക്ഷയായിരുന്നു. മണ്ണ് അത്രയധികം കുഴഞ്ഞു മറിഞ്ഞിരുന്നതിനാൽ ഓരോ തവണ കാലുകൾ പുറത്തെടുക്കുമ്പോഴും കാട് അവരെ പിന്നിലേക്ക് വലിക്കുന്നതുപോലെ തോന്നി. ദിവസങ്ങളായി നനഞ്ഞുകിടക്കുന്ന സോക്സുകൾ കാരണം അവരുടെ ചർമ്മം വെളുത്ത് ചുളിവുകൾ വീണിരുന്നു. വിരലുകൾക്കിടയിലെ ചെറിയ മുറിവുകളിവുകൾ പോലും അസഹനീയമായി വേദനിക്കാൻ തുടങ്ങി. അതിനൊപ്പം കൊതുകുകളും വിഷീച്ചകളും പേരുപോലുമില്ലാത്ത പ്രാണികളും അവരുടെ ചോര കുടിക്കാനായി വായുവിൽ വട്ടമിട്ടു പറന്നു. രാത്രിയിൽ ഉറങ്ങാൻ കഴിയില്ല, പകൽ വിശ്രമിക്കാനും. ആ യാത്ര ഇപ്പോൾ വെറുമൊരു സാഹസികതയല്ല, ജീവൻ നിലനിർത്താനുള്ള പച്ചയായ പോരാട്ടമായിരുന്നു. മാർക്കസിന്റെ തകർച്ചയും സംഘത്തിലെ വിള്ളലും, പക്ഷേ യഥാർത്ഥ ദുരന്തം ഇതൊന്നുമായിരുന്നില്ല. ഈ യാത്രയിൽ മാനസികമായും ശാരീരികമായും ഏറ്റവും കൂടുതൽ തകർന്നത് മാർക്കസ് ആയിരുന്നു. ആദ്യം ചെറിയ കാൽവേദനയായി തുടങ്ങിയത് പിന്നീട് വലിയ പൊള്ളലുകളായും മുറിവുകളായും മാറി. ഇപ്പോൾ അവൻ്റെ ഓരോ ചുവടും നരകയാതനയ്ക്ക് തുല്യമായിരുന്നു. ഒരു ദിവസം രാവിലെ മാർക്കസ് തൻ്റെ ഷൂസ് ഊരിമാറ്റിയപ്പോൾ മറ്റുള്ളവർ കണ്ട കാഴ്ച ഭീതിജനകമായിരുന്നു.
അവൻ്റെ കാൽപാദങ്ങൾ ചോരയിൽ കുതിർന്നിരുന്നു. ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്നത് കാരണം ചർമ്മം പലയിടത്തും അഴുകി ഉള്ളിലെ മാംസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ചുവട് വയ്ക്കുമ്പോൾ പോലും അവൻ വേദന കൊണ്ട് പുളഞ്ഞു. എന്നിട്ടും അവൻ നടക്കാൻ ശ്രമിച്ചു, കാരണം തൻ്റെ പേരിൽ ബാക്കിയുള്ളവർ വഴിയിൽ കുടുങ്ങിപ്പോകരുത് എന്ന് അവൻ ആഗ്രഹിച്ചിരുന്നു. യോസി അവനെ താങ്ങിപ്പിടിച്ചു. അവൻ്റെ ബാഗിൻ്റെ ഭാരം കൂടി സ്വന്തം തോളിലേറ്റി. പക്ഷേ അതൊന്നും മതിയാകുമായിരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും മാർക്കസ് മറ്റുള്ളവരെക്കാൾ ഒരുപാട് പിന്നിലായിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ദിവസം നടന്നുകൊണ്ടിരിക്കെ മാർക്കസ് പെട്ടെന്ന് നിലത്തേക്ക് ഇരുന്നു പോയി. എന്നിട്ടിട്ടൊരു കുട്ടിയെപ്പോലെ പൊട്ടിക്കരയാൻ തുടങ്ങി. അത്രയും നാളും ഉള്ളിൽ ഒതുക്കിവെച്ച വേദനയും ഭയവും ആ കണ്ണീരിലൂടെ പുറത്തേക്ക് ഒഴുകി. എനിക്കിനി ഒരടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല, അവൻ പതുക്കെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോഴാണ് തങ്ങൾ എത്രമാത്രം വലിയൊരു കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് ആ സംഘത്തിന് പൂർണ്ണമായി ബോധ്യപ്പെട്ടത്. അതോടെ അവർക്കിടയിലെ ഒത്തൊരുമ നഷ്ടപ്പെട്ടു. വിള്ളലുകൾ വലുതായി. വിശപ്പും വഞ്ചനയുടെ കനലുകളും കെവിൻ കടുത്ത അസ്വസ്ഥനായി. അവൻ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണമായിരുന്നു. കോൾ പറഞ്ഞ ആദിവാസി ഗ്രാമത്തിലെത്തിയാൽ മാത്രമേ ഈ കഷ്ടപ്പാടുകൾക്കെല്ലാം ഒരു അന്ത്യമുണ്ടാകൂ എന്നവൻ വിശ്വസിച്ചു. പക്ഷേ ഓരോ ദിവസം പിന്നിടുമ്പോഴും ആ ഗ്രാമം മാത്രം എവിടെയും കാണാനില്ലായിരുന്നു. കോൾ എപ്പോഴും ഒരേ പല്ലവി തന്നെ ആവർത്തിച്ചു. ഇനി കുറച്ചു ദൂരം കൂടി, അടുത്ത വളവ് കഴിയുമ്പോൾ എത്തും. നാളെ നമ്മൾ അവിടെയായിരിക്കും. പക്ഷേ ആ നാളെ ഒരിക്കലും വന്നില്ല. ഒരു വൈകുന്നേരം ക്ഷമ നശിച്ച കെവിൻ കോളിൻ്റെ മുന്നിലേക്ക് ചെന്നു. നീ പറഞ്ഞ ആ ഗ്രാമം ശരിക്കും എവിടെയാണ് കോൾ? കോൾ കുറച്ചുനേരം നിശബ്ദനായി നിന്നു. പിന്നെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി. പക്ഷേ ആ മറുപടികൾ അയാൾ ഇതിനു മുമ്പ് പറഞ്ഞ കഥകളുമായി ഒട്ടും പൊരുത്തപ്പെടുന്നതായിരുന്നില്ല. കെവിനും യോസിയും മാർക്കസും അത് വ്യക്തമായി ശ്രദ്ധിച്ചു. കോളിൻ്റെ വാക്കുകളിലെ ആ വലിയ കള്ളം അവരുടെ ഉള്ളിൽ ഭയത്തിൻ്റെ വിത്തുപാകി. അതിനിടയിൽ അവരുടെ ബാഗിലെ ഭക്ഷണ സാധനങ്ങൾ പൂർണ്ണമായും തീർന്നു തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഓരോ തരി ഭക്ഷണവും അളന്നു തൂക്കിയാണ് അവർ കഴിച്ചിരുന്നത്. വിശപ്പ് മനുഷ്യനെ മാറ്റിക്കളയും. സാധാരണ സാഹചര്യങ്ങളിൽ തമാശകൾ പറഞ്ഞിരുന്ന ആ സുഹൃത്തുക്കൾ ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും പരസ്പരം വഴക്കിടാൻ തുടങ്ങി. മാർക്കസ് കാരണം തങ്ങൾ വൈകുന്നു എന്ന് കെവിന് തന്നോട് യാതൊരു കരുണയുമില്ലെന്ന് മാർക്കസും ചിന്തിച്ചു. യോസി ഇവർ രണ്ടുപേർക്കുമിടയിൽ എന്തു ചെയ്യണമെന്നറിയാതെ കുടുങ്ങി. കോളാകട്ടെ ഇപ്പോൾ കൂടുതൽ നിശബ്ദനാണ്. അവൻ പഴയതുപോലെ കഥകൾ പറയുന്നില്ല. എപ്പോഴും എന്തോ ആലോചിച്ചു കൂട്ടുന്നു. അല്ലെങ്കിൽ മറ്റാർക്കും അറിയാത്ത വലിയൊരു രഹസ്യം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. കുത്തിയൊലിക്കുന്ന നദിയും മരണമുഖവും. അങ്ങനെ നടക്കവേ അവർ വലിയൊരു നദിയുടെ തീരത്തെത്തി. അതൊരു സാധാരണ നദിയായിരുന്നില്ല. വന്യമായ വേഗതയിൽ കുത്തിയൊലിക്കുന്ന ഒഴുക്ക്. മഴ കാരണം ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നിരുന്നു. ചെളി കലങ്ങിയ ആ തവിട്ട് നിറമുള്ള വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ എന്താണെന്ന് കാണാൻ പോലും കഴിയില്ല. പക്ഷേ ആ നദി മുറിച്ചു കടക്കാതെ അവർക്ക് മുന്നോട്ടു പോകാൻ വഴിയില്ലായിരുന്നു. മരക്കൊമ്പുകളും കയറുകളും ഉപയോഗിച്ച് അവർ പതുക്കെ വെള്ളത്തിലേക്കിറങ്ങി. ഒരു ചെറിയ കാൽപ്പിഴവ് മതി, ആമസോൺ അവരെ എന്നേക്കുമായി വിഴുങ്ങും. കുത്തിയൊലിച്ചു വന്ന വെള്ളം അവരുടെ കാലുകളെ താഴേക്ക് വലിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് മാർക്കസിൻ്റെ പിടിവിട്ടു. അവൻ ഒഴുക്കിലേക്ക് വീഴാൻ പോയി. പ്രാണഭയത്തോടെ കെവിൻ അവൻ്റെ കൈകളിൽ അടിച്ചു കൂട്ടിപ്പിടിച്ചതുകൊണ്ട് മാത്രം മാർക്കസ് രക്ഷപ്പെട്ടു. പക്ഷെ വരാനിരിക്കുന്ന ഏറ്റവും ഭയാനകമായ അവസ്ഥയെ അവർ അപ്പോഴും നേരിട്ടിട്ടുണ്ടായിരുന്നില്ല. ആ മാരകമായ തീരുമാനം അന്നത്തെ രാത്രി ആരും സംസാരിച്ചില്ല. കടുത്ത ക്ഷീണം, വിശപ്പ്, നിരാശ, പരസ്പരമുള്ള സംശയം എല്ലാം കൂടി ആ അന്തരീക്ഷത്തെ ശ്വാസം മുട്ടിച്ചു. തീയുടെ നേരിയ വെളിച്ചത്തിൽ അവരുടെ മുഖങ്ങൾ കൂടുതൽ ഭയമുണർത്തുന്നതായി തോന്നി. പിറ്റേന്ന് രാവിലെ പുതിയൊരു പ്രതിസന്ധി കൂടി വന്നു ചേർന്നു. മാർക്കസിന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. അവൻ്റെ കാലുകൾ പൂർണ്ണമായും അഴുകിത്തുടങ്ങിയിരുന്നു. ഇനി അവർക്ക് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കഠിനമായ തീരുമാനമെടുക്കുക. മുന്നോട്ടു പോകണോ അതോ തിരിച്ചു പോകണോ? മാർക്കസിനെ സഹായിക്കണോ അതോ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നീങ്ങണോ? ഏത് തീരുമാനവും വേദനജനകമായിരുന്നു. ആ വൈകുന്നേരം അവർ തമ്മിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ നടന്നു. കെവിൻ പറഞ്ഞു, നമുക്ക് തിരികെ പോകാം. മാർക്കസിന് ഈ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ കാൾ അതിനെ ശക്തമായി എതിർത്തു. ഇല്ല, മുന്നോട്ടു പോയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. തിരിച്ചു പോയാൽ വഴി തെറ്റും. യോസി രണ്ടു പക്ഷത്തുമല്ലാതെ ആശയക്കുഴപ്പത്തിലായി. ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട തർക്കത്തിനൊടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി. ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കപ്പെട്ടു.
നമുക്ക് 2 സംഘമായി പിരിയാം. ഒരു വിഭാഗം കാളിനൊപ്പം മുന്നോട്ട് പോവുക, മറ്റേ വിഭാഗം തിരിച്ചു പോവുക. അപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും യുക്തിസഹമായ പരിഹാരം അതായിരുന്നു. കാരണം അവർക്കാർക്കും ഭാവി കാണാൻ കഴിയുമായിരുന്നില്ലല്ലോ. ഈ ഒരൊറ്റ തീരുമാനം തങ്ങളുടെ ജീവിതങ്ങളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോവുകയാണെന്ന് അവരറിഞ്ഞില്ല. ആ നിമിഷം ആ 4 മനുഷ്യരും പരസ്പരം നോക്കി. ഒരുമിച്ച് ചിരിച്ച ദിവസങ്ങൾ, ഒരുമിച്ച് താണ്ടിയ വഴികൾ, ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ എല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ ഇപ്പോൾ വിധി അവരെ വ്യത്യസ്ത വഴികളിലേക്ക് തിരിക്കുകയായിരുന്നു. ആ തീരുമാനമെടുത്ത നിമിഷം അവർ കരുതിയത് അത് വെറുമൊരു താൽക്കാലികമായ വേർപിരിയൽ മാത്രമാണെന്നാണ്. പക്ഷേ അതവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, തിരുത്താനാകാത്ത മാരകമായ തെറ്റുകളിൽ ഒന്നാകാൻ പോവുകയായിരുന്നു. ആ തീരുമാനം നിമിഷം അവർക്കതൊരു സാധാരണ വേർപിരിയൽ മാത്രമാണെന്ന് തോന്നി. പക്ഷേ അതവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ, തിരുത്താനാകാത്ത മാരകമായ തെറ്റുകളിൽ ഒന്നാകാൻ പോവുകയായിരുന്നു. അവസാനത്തെ വിടപറച്ചിൽ. അടുത്ത ദിവസം രാവിലെ കാട് അസ്വാഭാവികമായി ശാന്തമായിരുന്നു. ഒടുങ്ങാത്ത ആ പേമാരി കുറച്ച് സമയത്തേക്ക് വഴിമാറി നിന്നു. മരങ്ങളുടെ ഇലച്ചാർത്തുകളിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റുവീഴുന്ന നിശബ്ദമായ ശബ്ദം മാത്രം. ആ വല്ലാത്ത നിശബ്ദതയ്ക്ക് നടുവിൽ ആ 4 പേരും അവസാനമായി ഒരുമിച്ച് നിന്നു. ആരും കരഞ്ഞില്ല, ആരും ഉള്ളിലെ ഭയം പുറത്തു കാണിച്ചതുമില്ല. കാരണം ഇതൊരു താൽക്കാലിക വേർപിരിയൽ മാത്രമാണെന്നവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. കെവിൻ മാർക്കസിൻ്റെ തോളിൽ പതുക്കെ കൈവച്ചു. നമ്മൾ വീണ്ടും കാണാം. അവൻ ചുണ്ടിലൊരു കൃത്രിമ ചിരി വരുത്തി പറഞ്ഞു. മാർക്കസും തിരിച്ചു ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ്റെ ആ കണ്ണുകളിൽ മരണഭയം നിഴലിച്ചിരുന്നു. യൂസി അത് കണ്ടെങ്കിലും ഒന്നും പറഞ്ഞില്ല. കാരണം അവൻ്റെ ഉള്ളും അത്രമേൽ ഭയന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു. കാൾ മാത്രം പതിവ് പോലെ അത്യധികമായ ആത്മവിശ്വാസത്തോടെ നിന്നു. എല്ലാം തൻ്റെ നിയന്ത്രണത്തിലാണെന്ന ഭാവത്തിൽ. അവരുടെ പദ്ധതി വളരെ ലളിതമായിരുന്നു. കെവിനും മാർക്കസും കാൽനടയായി വന്ന വഴിയിലൂടെ തിരികെ പോകും. യോസിയും കാളും മുന്നോട്ടു പോയി നദിയിലൂടെ യാത്ര തുടരും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ നഗരത്തിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടും. കേൾക്കാൻ എത്ര ലളിതമായ പ്ലാൻ! പക്ഷെ വിധി ചിലപ്പോഴൊക്കെ വലിയ ദുരന്തങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്നത് ഇത്തരം വളരെ സാധാരണ നിമിഷങ്ങൾക്കുള്ളിലായിരിക്കും. അവർ അവസാനമായി കൈകൊടുത്തു. അവസാനമായി പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ആ നിമിഷം തങ്ങളിൽ ചിലർക്കുള്ള അവസാനത്തെ വിടപറച്ചിലാണെന്ന് അവരിൽ ആരും അറിഞ്ഞിരുന്നില്ല. ആമസോണിൻ്റെ ചതിച്ചുഴി. കെവിനും മാർക്കസും പിരിഞ്ഞുപോയതിനു ശേഷം യോസിയും കാളും മുന്നോട്ട് നടന്നു. നദിയിലൂടെ യാത്ര ചെയ്യുക എന്നതായിരുന്നു അവരുടെ പുതിയ പ്ലാൻ. അവർ മരക്കൊമ്പുകളും വള്ളികളും ഉപയോഗിച്ച് ഒരു ചെറിയ തോണി പോലെയുള്ള റാഫ്റ്റ് ചങ്ങാടമുണ്ടാക്കി. കാളിൻ്റെ അഭിപ്രായത്തിൽ ആമസോണിൻ്റെ ഈ ശക്തമായ നദിയിലൂടെ സഞ്ചരിച്ചാൽ ദിവസങ്ങൾ നീളുന്ന കാൽനടയാത്ര വെറും മണിക്കൂറുകളായി ചുരുക്കാം. കടുത്ത ക്ഷീണവും വിശപ്പും കാരണം തളർന്നുപോയ യോസിക്ക് ആ ആശയം വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഈ നരകയാത്ര എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ചാൽ മതിയെന്നായിരുന്നു അവന്. അവർ ആ ചങ്ങാടം വെള്ളത്തിലിറക്കി. ആദ്യത്തെ കുറച്ച് സമയം എല്ലാം അതിമനോഹരമായിരുന്നു. നദി തികച്ചും ശാന്തം. ഇരുവശത്തുമുള്ള വൻമരങ്ങളുടെ പച്ചപ്പ് വെള്ളത്തിൽ നിഴലിച്ചു കാണാം. മുകളിൽ വട്ടമിട്ടു പറക്കുന്ന പക്ഷികൾ, മുഖത്ത് തഴുകുന്ന തണുത്ത കാറ്റ്. ദിവസങ്ങൾക്ക് ശേഷം യോസിയുടെ മനസ്സിലൊരു നേർത്ത ആശ്വാസം തോന്നിത്തുടങ്ങി. പക്ഷേ ആമസോണിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതാദ്യം നിങ്ങളെ ആശ്വസിപ്പിച്ച് തളർത്തും, പിന്നെ ഒരൊറ്റ അടി കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കും. മണിക്കൂറുകൾ കടന്നുപോയതോടെ നദിയുടെ സ്വഭാവം മാറി മറിഞ്ഞു. വെള്ളത്തിൻ്റെ ഒഴുക്കിന് വന്യമായ വേഗത കൂടി വന്നു. ചെറിയ ഓളങ്ങൾ ഭീമൻ തിരമാലകളായി മാറി. ചങ്ങാടം അവരുടെ നിയന്ത്രണത്തിലല്ലാതെ മുന്നോട്ടു പായാൻ തുടങ്ങി. യോസി ചുറ്റും നോക്കി. കരയിലുള്ള മരങ്ങൾ അത്രയും വേഗത്തിലാണ് പിന്നിലേക്ക് പായുന്നത്. പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി മറിഞ്ഞു. ദൂരെ എവിടെയോ വെള്ളം കുത്തിയൊഴുകി ഗർജിക്കുന്ന ശബ്ദം കേൾക്കാം. ആദ്യം ദൂരെയായിരുന്നു, പിന്നീടത് വളരെ അടുത്തേക്ക് വന്നു. കാൾ മുന്നോട്ട് നോക്കി. അയാളുടെ മുഖത്ത് യോസി ഇതുവരെ കാണാത്ത ഒരു വല്ലാത്ത അസ്വസ്ഥതയും ഭയവും പ്രത്യക്ഷപ്പെട്ടു. കാൾ, എന്താണ് പ്രശ്നം? യോസി പരിഭ്രാന്തിയോടെ ചോദിച്ചു. പക്ഷേ കാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അത് യോസിയെ കൂടുതൽ ഭയപ്പെടുത്തി. കാരണം ഇതുവരെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കാളിൻ്റെ പക്കൽ ഉത്തരമുണ്ടായിരുന്നു.
ഇപ്പോൾ അയാൾ മൗനിയായിരിക്കുന്നു. പക്ഷേ അത് വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. മരണപ്പാച്ചിൽ അടുത്ത നിമിഷം അവരാ കാഴ്ച കണ്ടു. മുന്നിൽ വെള്ളം തിളച്ചു മറിഞ്ഞ് പൊട്ടിത്തെറിക്കുന്നത് പോലെ വെളുത്ത നുര പതഞ്ഞു പൊങ്ങുന്ന ഭീകരമായ ഒഴുക്ക്. വഴിയിലുടനീളം കൂർത്ത വൻപാറകൾ. ആമസോണിലെ ഏറ്റവും അപകടകരമായ റാപ്പിഡ്സ് ആയിരുന്നു അത്. ചങ്ങാടം നേരെ പാഞ്ഞു പോകുന്നത് ആ മരണച്ചുഴിയിലേക്കാണ്. ഇടത്തോട്ട് തിരിക്ക്, കാൾ സർവശക്തിയും എടുത്ത് നിലവിളിച്ചു. രണ്ടുപേരും ചങ്ങാടം കരയ്ക്കടുപ്പിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ വൈകിപ്പോയിരുന്നു. ആ വന്യമായ ഒഴുക്കിൻ്റെ ശക്തിക്ക് മുന്നിൽ മനുഷ്യശക്തി ഒന്നുമല്ലായിരുന്നു. ചങ്ങാടത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒരു വലിയ തിരമാല വന്ന് ചങ്ങാടത്തെ മുകളിലേക്ക് ഉയർത്തി. പിന്നെ മറ്റൊന്ന്. ഒടുവിൽ മൂന്നാമത്തെ തിരമാലയിൽ എല്ലാം തകിടം മറിഞ്ഞു. ചങ്ങാടം ഒരു വൻ പാറയിലേക്ക് ഇടിച്ചു കയറി. മരത്തടികൾ തകർന്നു തരിപ്പണമായി. യോസി വായുവിലേക്ക് തെറിച്ചു വീണു. അടുത്ത നിമിഷം അവൻ ആ കൂറ്റൻ നദിയുടെ അടിത്തട്ടിലായിരുന്നു. അതിശക്തമായ തണുത്ത വെള്ളം അവനെ താഴേക്ക് വലിപ്പിച്ചു. മുകളിലേക്ക് വരാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒഴുക്കവനെ വീണ്ടും വീണ്ടും ആഴങ്ങളിലേക്ക് ചവിട്ടിത്താഴ്ത്തി. കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല. ശ്വാസമെടുക്കാൻ പറ്റുന്നില്ല. ചുറ്റും ചെളി നിറഞ്ഞ തവിട്ടു നിറമുള്ള വെള്ളം മാത്രം. പാറകളിൽ ശരീരം വന്ന് ഇടിച്ചുകൊണ്ടിരുന്നു. കൈകൾ രക്ഷപ്പെടാനായി എന്തിലെങ്കിലും പിടിക്കാൻ വെമ്പൽ കൊണ്ടു. പക്ഷെ ഒന്നും കിട്ടിയില്ല. താൻ മരിക്കാൻ പോകുകയാണെന്ന് യോസി ഉറപ്പിച്ചു. ബോധം മറയാൻ തുടങ്ങിയ ആ നിമിഷം പെട്ടെന്നവൻ്റെ കൈകളിൽ ഒരു മരക്കൊമ്പ് തടഞ്ഞു. അവൻ തൻ്റെ ഉള്ളിലെ അവസാനത്തെ ജീവന്റെ കണികയുമെടുത്ത് അതിൽ മുറുക്കി പിടിച്ചു. ഒടുവിൽ അതിശക്തമായ പോരാട്ടത്തിനൊടുവിൽ അവൻ കരയിലേക്ക് വലിഞ്ഞു കയറി ചെളിയിലേക്ക് വീണു. ഭയാനകമായ ഏകാന്തത. ശ്വാസം കിട്ടാതെ ശരീരം മുഴുവൻ വിറച്ചുകൊണ്ട് യോസി കുറച്ചുനേരം ആ ചെളിയിൽ കിടന്നു. അതിനിടയിൽ കാട് വീണ്ടും കറുത്തുരുണ്ട് മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റ് ചുറ്റും നോക്കി. കാൾ, അവൻ വിളിച്ചു. മറുപടിയില്ല. കാൾ, അവൻ വീണ്ടും ഉറക്ക നിലവിളിച്ചു. കനത്ത നിശബ്ദത മാത്രം. നദിയുടെ വന്യമായ ശബ്ദമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ല. അവൻ നദിയിലേക്ക് നോക്കി. അവിടെ തകർന്ന ചങ്ങാടമില്ല. അവരുടെ ബാഗുകളില്ല. കാളുമില്ല. ഒന്നുമില്ല. അപ്പോഴാണ് ആ ഭീകരമായ യാഥാർത്ഥ്യം യോസി തിരിച്ചറിഞ്ഞത്. അവൻ ഒറ്റയ്ക്കാണ്. പൂർണ്ണമായും ഒറ്റയ്ക്ക്. ആ തിരിച്ചറിവ് ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ തകർക്കാൻ പോന്നതായിരുന്നു. കാരണം ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുക സഹായത്തെക്കുറിച്ചാണ്. പക്ഷേ ഇവിടെ യോസിയെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. താനിപ്പോൾ എവിടെയാണെന്ന് അവൻ അറിയില്ല. ഏത് ദിശയിലാണ് നടക്കേണ്ടതെന്നറിയില്ല. കാൾ ജീവനോടെ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അവൻ അറിയാവുന്ന ഒരൊറ്റ കാര്യം മാത്രം: താൻ ആമസോണിൻ്റെ കൊടുങ്കാടിന് നടുവിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങി. ഇരുട്ട് പതുക്കെ ആ കാടിനെ മുഴുവൻ വിഴുങ്ങി. ഇപ്പോൾ ആമസോൺ ഒരു വെറും കാടല്ല, അതൊരു ഭീമൻ വന്യമൃഗത്തെ പോലെ തോന്നിപ്പിച്ചു. ആ മൃഗത്തിൻ്റെ വയറ്റിലകപ്പെട്ട ഇരയായിരുന്നു യോസി. ചുറ്റും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങൾ. ഇടതുവശത്ത് ഉണങ്ങിയ ഇലകൾ അനങ്ങുന്നു. വലതുവശത്തുകൂടി എന്തോ ഓടി മറയുന്നു. മുകളിൽ നിന്ന് വിചിത്രമായ ജീവികളുടെ വിളികൾ. ദൂരെ എവിടെയോ ഒരു മൃഗത്തിൻ്റെ ദീനമായ നിലവിളി. ആ ശബ്ദങ്ങൾ അവൻ്റെ ഭയത്തെ ഇരട്ടിയാക്കി. അത് ജാഗ്വാറാണോ അതോ അനക്കോണ്ടയാണോ? അജ്ഞാതമായിരിക്കുന്നതാണ് ഏറ്റവും വലിയ ഭയം. മനസ്സിനെ കൊല്ലുന്ന കാട്. ആദ്യത്തെ രാത്രി. തികച്ചും ഒറ്റയ്ക്ക്. അവൻ നനഞ്ഞ കൊമ്പുകളും ഇലകളും വച്ച് ഒരു ചെറിയ താൽക്കാലിക ഷെൽട്ടർ ഉണ്ടാക്കാൻ ശ്രമിച്ചു. തണുത്തുവിറച്ച ശരീരത്തിന് ആശ്വാസമേകാൻ തീ കത്തിക്കാൻ നോക്കി. പരാജയപ്പെട്ടു. വീണ്ടും ശ്രമിച്ചു. വീണ്ടും പരാജയപ്പെട്ടു. കനത്ത മഴ എല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇരുട്ട് കനത്തതോടെ സ്വന്തം കൈവെള്ള പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ശബ്ദങ്ങൾ അവൻ്റെ കാതുകൾക്ക് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. ഓരോ ശബ്ദവും മരണത്തിൻ്റെ വരവറിയിക്കുന്ന കാൽപ്പെരുമാറ്റം പോലെ അവന് തോന്നി. ആ രാത്രി അവൻ്റെ മാനസിക നിലയെ തെറ്റിക്കാൻ തുടങ്ങി. പിറ്റേന്നു രാവിലെ അവൻ എങ്ങനെയോ ജീവനോടെ ഉണർന്നു. പക്ഷേ എത്ര നാൾ? അവന് ഭക്ഷണം കണ്ടെത്തണം, വെള്ളം കണ്ടെത്തണം, രക്ഷപ്പെടാനുള്ള വഴി കണ്ടെത്തണം. ഒരു ദിശയുമില്ലാതെ കയ്യിലുള്ള ഒരേയൊരു പ്രതീക്ഷ എന്ന ആയുധവും മുറുകെ പിടിച്ച് അവൻ നടക്കാൻ തുടങ്ങി. പക്ഷേ ഓരോ മണിക്കൂറും അവനെ ശാരീരികമായി തളർത്തിക്കൊണ്ടിരുന്നു. കടുത്ത വിശപ്പ്, ദിവസങ്ങളായുള്ള ഉറക്കമില്ലായ്മ,
മരണം മുന്നിൽ കാണുന്ന ഭയം, ഇവയെല്ലാം ചേർന്ന് അവൻ്റെ മനസ്സിനെ വന്യമായി ആക്രമിക്കാൻ തുടങ്ങി. യാത്രക്കിടയിൽ പെട്ടെന്ന് ആരോ തൻ്റെ പേര് വിളിക്കുന്നതായി യൂസിക്ക് തോന്നി. യൂസി? അവൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല, വെറുമൊരു തോന്നൽ. മറ്റൊരു പ്രാവശ്യം ദൂരെ ഒരു മനുഷ്യരൂപം നിൽക്കുന്നത് അവൻ കണ്ടു. രക്ഷകനാണെന്ന് കരുതി അവൻ സർവ്വശക്തിയുമെടുത്ത് അങ്ങോട്ട് ഓടിച്ചെന്നു. പക്ഷേ അതൊരു വെറും ഉണങ്ങിയ മരത്തടിയായിരുന്നു. ആമസോൺ ശരീരത്തെ മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സിനെയാണ് ആദ്യം കൊന്നൊടുക്കുക എന്നവൻ മനസ്സിലാക്കി തുടങ്ങി. അത് പതിയെ, നിശബ്ദമായി, വളരെ ക്രൂരമായി നിങ്ങളുടെ ചിന്തകളെ വശീകരിക്കും. രാത്രി വീണ്ടും വന്നെത്തി. കൂടെ കൊടും തണുപ്പുള്ള മഴയും കൊടിയ വിശപ്പും. യോസി ഒരു വലിയ മരത്തിൻ്റെ ചുവട്ടിൽ തൻ്റെ 2 മുട്ടുകളും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. മഴത്തുള്ളികൾ അവൻ്റെ മുഖത്തേക്ക് അടിച്ചുകൊണ്ടിരുന്നു. അവൻ മുകളിലേക്ക് നോക്കി. പക്ഷേ ഇലകൾ തീർത്ത ആ കട്ടിയുള്ള മേൽക്കൂര കാരണം ആകാശം പോലും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ ആദ്യമായി ആ ഭയാനകമായ ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നു. ഇനി ആരും തന്നെ തിരഞ്ഞു വന്നില്ലെങ്കിലോ, ആർക്കും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ, താൻ ഈ കൊടും കാട്ടിൽ കിടന്ന് ഇങ്ങനെ തന്നെ മരിച്ചു പോയാലോ? ആ രാത്രി മഴ കനത്തു പെയ്തുകൊണ്ടിരുന്നു. ആമസോണിൻ്റെ വന്യമായ ആ ഇരുട്ടിന് നടുവിലിരുന്ന് യോസി ആദ്യമായി സ്വയം ആ ചോദ്യം ചോദിച്ചു. ഞാനിവിടെ നിന്നും എന്നെങ്കിലും ജീവനോടെ പുറത്തു പോകുമോ? ആ മാരകമായ ചോദ്യത്തിന് മറുപടി നൽകാൻ ആ കൊടുംകാട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ആമസോൺ തികച്ചും നിശബ്ദമായിരുന്നു. അല്ല, അതൊരിക്കലും നിശബ്ദമായിരുന്നില്ല. അതിപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. പെയ്തൊഴിയാത്ത മഴയുടെ ശബ്ദത്തിൽ, ഇലകളുടെ ഭയപ്പെടുത്തുന്ന ചലനങ്ങളിൽ, പേരുപോലും അറിയാത്ത വന്യജീവികളുടെ ദീനമായ നിലവിളികളിൽ. പക്ഷേ ആ ശബ്ദങ്ങളിലൊന്നും യോസിക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മറുപടി പോലും ഉണ്ടായിരുന്നില്ല. കാലം മരവിച്ച നാളുകൾ. പിന്നീട് ദിവസങ്ങൾ കടന്നുപോയോ അതോ ആഴ്ചകൾ കഴിഞ്ഞോ എന്നവൻ അറിയില്ലായിരുന്നു. സമയം എന്നൊരു പ്രതിഭാസം പതിയെ അവൻ്റെ ജീവിതത്തിൽ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. രാവിലെ കൊടും മഴ, ഒടുങ്ങാത്ത നടത്തം, കത്തുന്ന വിശപ്പ്. രാത്രി മരണഭയം. വീണ്ടും നേരം പുലരുന്നു. വീണ്ടും മഴ. വീണ്ടും അതേ നരകയാത്ര. അവസാനമില്ലാത്ത ഒരു ചക്രം പോലെ അത് തുടർന്നു. ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോൾ ഇന്ന് ഏത് ദിവസമാണെന്ന് ഓർക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു. പരാജയപ്പെട്ടു. താൻ എത്ര ദിവസമായി ഈ പച്ച നരകത്തിൽ അകപ്പെട്ടിട്ട് എന്ന് കണക്കുകൂട്ടാൻ നോക്കി. അവിടെയും പരാജയപ്പെട്ടു. ഒരേ ഒരു കാര്യം മാത്രം അവൻ ഉറപ്പായിരുന്നു: അവൻ ഇപ്പോഴും ജീവനോടെയുണ്ട്, അതും കഷ്ടിച്ച്. അവൻ്റെ ശരീരം പതിയെ തോൽവി സമ്മതിച്ചു തുടങ്ങിയിരുന്നു. കാൽപാദങ്ങളിലെ മുറിവുകൾ ഇപ്പോൾ വെറും മുറിവുകളായിരുന്നില്ല. ഉള്ളിലെ ചോരയും മാംസവും പുറത്തു കാണുന്ന അവസ്ഥയിലായിരുന്നു അവ. ഓരോ ചുവടുവെപ്പും കനൽക്കട്ടകൾക്ക് മുകളിലൂടെ നടക്കുന്നതുപോലെ അവനെ വേദനിപ്പിച്ചു. ചെളിയും വെള്ളവും കയറി അഴുകി വീർത്ത വിരലുകളിൽ നിന്നും ഷൂസ് ഊരിമാറ്റാൻ പോലും അവൻ ഭയപ്പെട്ടു. കാരണം ഒരിക്കൽ അത് ഊരിയാൽ പിന്നീട് ഒരിക്കലും അത് തിരികെ ധരിക്കാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ഒരു ദിവസം അവൻ തളർന്നിരുന്ന് തൻ്റെ കാലുകളിലേക്ക് നോക്കി. അത് തൻ്റെ തന്നെ കാലുകളാണെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല. കണ്ണുകൾ നിറഞ്ഞൊഴുകിയ ആ നിമിഷം അവനൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഈ കാട്ടിൽ തന്നെ കൊല്ലാൻ ഒരു ജാഗ്വാറിൻ്റെയോ വിഷപ്പാമ്പിൻ്റെയോ വെടിയുണ്ടയുടെയോ ആവശ്യമില്ല. ആമസോൺ പതിയെ പതിയെ അവനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും, ഓരോ മുറിവിലൂടെയും, ഓരോ ചുവടിലൂടെയും. ഇരുട്ടിലെ നിശബ്ദ കൊലയാളി. പക്ഷേ ആമസോൺ അവനെ അത്ര പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെയൊരു രാത്രിയിൽ മഴ താൽക്കാലികമായി വഴിമാറി നിന്നു. കാട്ടിൽ വല്ലാത്തൊരു അസ്വാഭാവിക നിശബ്ദത പടർന്നു പിടിച്ചു. ആ നിശബ്ദതയാണ് യോസിയെ ആദ്യം ഭയപ്പെടുത്തിയത്. കാരണം ആമസോണിൽ പെട്ടെന്നുണ്ടാകുന്ന നിശബ്ദത വലിയൊരു അപകടത്തിൻ്റെ മുന്നോടിയാണ്. അവനൊരു ചെറിയ ലൈറ്ററിൻ്റെ വെളിച്ചത്തിൽ കരിഞ്ഞു തീരാറായ തീക്കനലിനു മുന്നിലിരിക്കുകയായിരുന്നു. ചുറ്റും ഘനമേറിയ കൂരിരുട്ട്. പെട്ടെന്നാണ് അവൻ്റെ ഇടതുവശത്തു നിന്നും ആ ശബ്ദം കേട്ടത്. ഉണങ്ങിയ ഇലകൾ അനങ്ങുന്ന ശബ്ദം. അവൻ ശ്വാസം അടക്കിപ്പിടിച്ചു നിശ്ചലനായിരുന്നു. വീണ്ടും ഇലകൾ അനങ്ങി. പിന്നെ കനത്ത നിശബ്ദത. 5 സെക്കൻഡ്, 10 സെക്കൻഡ്, 20 സെക്കൻഡ്. ഒന്നും കാണാനില്ല. ഏതെങ്കിലും കാട്ടുകുരങ്ങായിരിക്കും എന്ന് പറഞ്ഞവൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു.
പക്ഷേ അവൻ്റെ ഹൃദയം അത് വിശ്വസിച്ചില്ല. പെട്ടെന്നാണ് ഇരുട്ടിൻ്റെ മറയ്ക്കുള്ളിൽ അവൻ ആ കാഴ്ച കണ്ടത്. ചലനമറ്റ് നേരെ തന്നിലേക്ക് മാത്രം നോക്കി തിളങ്ങുന്ന മഞ്ഞ നിറമുള്ള 2 ക്രൂരമായ കണ്ണുകൾ. അവൻ്റെ ശരീരം തണുത്തു മരവിച്ചു. ശ്വാസം തൊണ്ടക്കുഴിയിൽ കുടുങ്ങി. അത് ആമസോണിൻ്റെ നിശബ്ദ കൊലയാളിയായ ജാഗ്വാറായിരുന്നു. അത് അവനെ തന്നെ ലക്ഷ്യം വെച്ച് നിൽക്കുകയാണ്. അതൊച്ച വെച്ചില്ല, ഗർജിച്ചതുമില്ല. അതാണ് ആ അവസ്ഥയെ കൂടുതൽ ഭയപ്പെടുത്തിയത്. ഇരയെ പിടിക്കാൻ അതിന് യാതൊരു തിടുക്കവുമില്ലായിരുന്നു. ഈ കാടിൻ്റെ രാജാവിനെ പോലെ അതവിടെ തന്നെ നിലയുറപ്പിച്ചു. യോസിയും ആ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. സെക്കൻഡുകൾ മിനിറ്റുകളായും മിനിറ്റുകൾ മണിക്കൂറുകളായും രൂപം മാറുന്നതുപോലെ തോന്നി. ഒടുവിൽ മരണഭയത്താൽ വിറയ്ക്കുന്ന കൈകളോടെ അവൻ തൻ്റെ കയ്യിലിരുന്ന ലൈറ്റർ കത്തിച്ചു. തീയുടെ ജ്വാല പെട്ടെന്ന് ഉയർന്നതും ജാഗ്വാർ പതുക്കെ പിന്നോട്ട് നീങ്ങി ഇരുളിലേക്ക് അലിഞ്ഞുപോയി. പക്ഷേ ആ രാത്രിയിൽ പിന്നീട് ഉറക്കം യോസിയെ പൂർണ്ണമായും വിട്ടുപോയിരുന്നു. കാരണം താൻ ഒറ്റയ്ക്കല്ലെന്നും ഏതോ ഒരു വേട്ടക്കാരൻ തന്നെ നിരന്തരം പിന്തുടരുന്നുണ്ടെന്നും അവൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. മനസ്സിൻ്റെ ചതിക്കുഴികൾ, എന്നാൽ ഈ കാട്ടിലെ മൃഗങ്ങളെക്കാൾ വലിയൊരു ശത്രുവിനെ യോസിക്കിപ്പോൾ നേരിടേണ്ടതുണ്ടായിരുന്നു. അവൻ്റെ സ്വന്തം മനസ്സിനെ. കാട്ടിലെ കൊടിയ ഏകാന്തത കടുത്ത വിശപ്പിനേക്കാളും മാരകമായ വേദനയേക്കാളും ഭീകരമായിരുന്നു. കാരണം ഉള്ളിലെ ഭയം തുറന്നു പറയാനോ സഹായം ചോദിക്കാനോ കൂടെ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു. മാനസിക നില തെറ്റിത്തുടങ്ങിയ യോസി ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. ആദ്യം മനസ്സിൽ, പിന്നീട് കാടിനോട് തന്നെ. കെവിൻ, നീ എവിടെയാണ്? എന്നെ കേൾക്കുന്നുണ്ടോ? അവൻ ഭ്രാന്തമായി വിളിച്ചുകൂവി. പക്ഷേ കനത്ത മഴ മാത്രമായിരുന്നു മറുപടി. ഒരു ദിവസം കാടിനുള്ളിലൂടെ നടക്കുമ്പോൾ അവൻ ആ ശബ്ദം വ്യക്തമായി കേട്ടു. യോസി. അവൻ ഞെട്ടിത്തരിഞ്ഞെഴുന്നേറ്റു. അത് കെവിൻ്റെ ശബ്ദം തന്നെയായിരുന്നു. രക്ഷപ്പെട്ടെന്ന ആവേശത്തിൽ അവൻ ചെളിയിലൂടെയും മുള്ളുകൾക്കിടയിലൂടെയും ആ ശബ്ദം കേട്ട ദിശയിലേക്ക് ഓടി. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്, ആ ശബ്ദം യഥാർത്ഥമല്ലായിരുന്നു. തൻ്റെ തകർന്ന മനസ്സ് തോന്നിപ്പിച്ച ഒരു ഭ്രമം മാത്രമായിരുന്നു അത്. അതിനുശേഷം ഇത്തരം കാഴ്ചകളും ശബ്ദങ്ങളും കൂടി വന്നു. ആരോ തൻ്റെ തൊട്ടുപിന്നാലെ നടക്കുന്നുണ്ടെന്ന തോന്നൽ. ദൂരെ ഒരു ക്യാമ്പ് ഫയർ കണ്ട് ഓടിച്ചെല്ലുമ്പോൾ അവിടെ ഒരു മരത്തടി മാത്രം കാണുന്നത്. യോസി പൂർണ്ണമായും ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു. ആശ്വാസമായി വന്ന ആ പെൺകുട്ടി. അങ്ങനെയൊരു രാത്രിയിൽ അവൻ സുന്ദരമായൊരു സ്വപ്നം കണ്ടു. തൻ്റെ സ്വന്തം വീട്ടിൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് ചൂടുള്ള ഭക്ഷണം കഴിക്കുന്നതും സുരക്ഷിതമായ കിടക്കയിൽ അമ്മയുടെ ശബ്ദം കേട്ട് ഉറങ്ങുന്നതുമെല്ലാം. അവൻ ഉറക്കത്തിൽ പുഞ്ചിരിച്ചു. പക്ഷെ ഉണർന്നപ്പോൾ മുഖത്തേക്ക് അടിച്ചു കയറുന്ന തണുത്ത മഴത്തുള്ളികളും ശരീരമാകെ മൂടിയ ചെളിയുമായിരുന്നു അവനെ സ്വീകരിച്ചത്. അവൻ അലറിക്കരഞ്ഞു. അപ്പോഴാണ് അവൾ അവൻ്റെ മുന്നിലേക്ക് വരുന്നത്. ഒരു ചെറിയ പെൺകുട്ടി. മഴയത്ത് ഭയന്നു വിറച്ച കണ്ണുകളോടെ നിൽക്കുന്ന ഒരു ചെറിയ കുഞ്ഞ്. യോസി അവളെ നോക്കി. അവൾ വെറുമൊരു തോന്നലല്ല, യഥാർത്ഥ മനുഷ്യനാണെന്ന് അവൻ ഉറപ്പായിരുന്നു. നീ ആരാണ്? അവൻ ചോദിച്ചു. മറുപടിയില്ല. പക്ഷെ അന്നു മുതൽ ആ പെൺകുട്ടി അവനെ പിന്തുടരാൻ തുടങ്ങി. ദിവസങ്ങൾ കടന്നുപോയിട്ടും അവൾ അവൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ അവൾക്കായി ഭക്ഷണം കണ്ടെത്താൻ ശ്രമിച്ചു. അവളെ മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷിക്കാൻ സ്വന്തം ശരീരം കൊണ്ട് മറച്ചു പിടിച്ചു. അവളെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ അവന് കഴിയുമായിരുന്നില്ല. കാരണം ഈ കൊടുംകാട്ടിൽ ഇപ്പോൾ അവൾ മാത്രമായിരുന്നു അവൻ്റെ ഒരേയൊരു കൂട്ടുകാരി. പ്രേക്ഷകരായ നിങ്ങൾക്ക് പോലും ചില നിമിഷങ്ങളിൽ സംശയം തോന്നാം, അവൾ ശരിക്കും ഉള്ളതാണോ അതോ യോസിയുടെ തോന്നലാണോ എന്ന്. പക്ഷേ യോസിക്കതിൽ യാതൊരു സംശയവുമില്ലായിരുന്നു. തകർന്നുപോയ അവൻ്റെ മനസ്സ് അവന് ജീവിക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചെടുത്ത ഒരേയൊരു ആശ്വാസമായിരുന്നു ആ കുഞ്ഞ്. മരണത്തിൻ്റെ ആലിംഗനം. ഒടുവിലൊരു ദിവസം യോസി അതിശക്തമായ ചെളിയിലേക്ക് വീണുപോയി. വീണ്ടും എഴുന്നേൽക്കാൻ അവൻ പരമാവധി ശ്രമിച്ചെങ്കിലും ശരീരത്തിൽ ഒട്ടും ജീവനില്ലായിരുന്നു. അവൻ ആകാശത്തേക്കും കാട്ടിലേക്കും നോക്കി ദൈവത്തോട് ഭ്രാന്തമായി നിലവിളിച്ചു. എന്തുകൊണ്ട് എന്നോട് ഈ ക്രൂരത ചെയ്യുന്നു? മറുപടിയായി മഴ പെയ്തുകൊണ്ടേയിരുന്നു. അവൻ കരഞ്ഞു, നിലവിളിച്ചു, ഒടുവിൽ ഭ്രാന്തമായി ചിരിക്കാൻ പോലും തുടങ്ങി. കാരണം അവൻ്റെ ക്ഷീണിച്ച മനസ്സിന് യാഥാർത്ഥ്യവും ഭ്രമവും തമ്മിലുള്ള അതിർവരമ്പുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു.
അവൻ്റെ ശരീരത്തിൽ ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാനുള്ള ശക്തിയില്ലായിരുന്നു. മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു കണിക പോലുമില്ലായിരുന്നു. അവൻ ചുറ്റും നോക്കി. അവസാനമില്ലാത്ത മരങ്ങൾ, അവസാനമില്ലാത്ത ഇരുട്ട്, അവസാനമില്ലാത്ത മഴ. അപ്പോൾ അവൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. ഒരുപക്ഷേ ഇതാണെൻ്റെ അവസാനം. ഇനി ആരും എന്നെ തിരഞ്ഞു വരില്ല. ഈ ആമസോൺ കാടു തന്നെയാണ് എൻ്റെ ശവകുടീരം. വിചിത്രമെന്നു പറയട്ടെ, ആ ചിന്ത അവനെ ഒട്ടും ഭയപ്പെടുത്തിയില്ല. കാരണം ഭയപ്പെടാൻ പോലും കഴിയാത്തത്രയും അവൻ മടുത്തു കഴിഞ്ഞിരുന്നു. യോസി പതുക്കെ ആ ചെളിയിലേക്ക് തന്നെ കിടന്നു. ആ കനത്ത മഴയിലേക്കും കൂരിരുട്ടിലേക്കും തൻ്റെ ശരീരത്തെ വിട്ടുകൊടുത്തു. അവൻ പതുക്കെ കണ്ണുകൾ അടച്ചു. ഇനി നടക്കാനില്ല, ഇനി പോരാടാനില്ല, ഇനി ഒന്നിനും വേണ്ടി പ്രതീക്ഷിക്കാനുമില്ല. അവിടെ ആമസോണിൻ്റെ കൊടും വന്യതയ്ക്ക് നടുവിൽ യോസി തൻ്റെ മരണത്തെ സ്വീകരിക്കാൻ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിരുന്നു. അവൻ്റെ ശ്വാസം മന്ദഗതിയിലായി. ഹൃദയമിടിപ്പിൻ്റെ താളം ഒരു മെഴുകുതിരി നാളം പോലെ കെട്ടടങ്ങാൻ തുടങ്ങി. മുഖത്തേക്ക് കനത്ത മഴത്തുള്ളികൾ വീണുകൊണ്ടിരുന്നു. അവൻ്റെ ശരീരം പതുക്കെ ആ ചതുപ്പ് ചെളിയിലേക്ക് താഴ്ന്നു പോവുകയാണ്. കാടതിൻ്റെ ഇരയെ പൂർണ്ണമായും വിഴുങ്ങാൻ വായ തുറന്ന് കാത്തിരിക്കുന്നത് പോലെ. ഒരു നിമിഷം ലോകം മുഴുവൻ നിശ്ചലമായി. ഭീകരമായൊരു നിശബ്ദത. പക്ഷേ ആ നിശബ്ദത അധികനേരം നീണ്ടുനിന്നില്ല. ആദ്യം അത് വളരെ നേർത്തൊരു ശബ്ദമായിരുന്നു. കാറ്റിൽ ഇലകൾ തമ്മിൽ ഉരസുന്നതാണോ അതോ മരച്ചില്ലകൾ ഒടിയുന്നതാണോ എന്ന് യോസിക്ക് മനസ്സിലായില്ല. ചിലപ്പോൾ അവൻ്റെ തകർന്ന മനസ്സ് അവനെ വീണ്ടും ചതിക്കാൻ വേണ്ടിയുണ്ടാക്കിയ മറ്റൊരു ഭ്രമമായിരിക്കാം അത്. അവൻ കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചില്ല. കാരണം ഈ അവസാന നിമിഷത്തിലും ഒരു വ്യാജപ്രതീക്ഷ മനസ്സിൽ വരുന്നത് മരണത്തേക്കാൾ വലിയ വേദനാജനകമായിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം വീണ്ടും കേട്ടു. ഇത്തവണ അത് കൂടുതൽ വ്യക്തമായിരുന്നു. ഒരു മനുഷ്യ ശബ്ദം പോലെ. ഹേയ്! യോസിക്ക് ഉറപ്പില്ലായിരുന്നു താൻ ശരിക്കും കേട്ടതാണോ അതോ തോന്നിയതാണോ. അവൻ വിറച്ചുകൊണ്ട് ആ ചെളിയിൽ കിടന്നു. കണ്ണുകൾ തുറക്കാൻ അവന് പേടിയായിരുന്നു. ഇത് യാഥാർത്ഥ്യമല്ലെങ്കിൽ ആ പ്രതീക്ഷ കൂടി തകർന്നാൽ തൻ്റെ ജീവൻ്റെ അവസാന ശ്വാസവും അവിടെ നിലച്ചു പോകുമെന്ന് അവൻ ഭയന്നു. പക്ഷേ അടുത്ത നിമിഷം മറ്റൊരു ശബ്ദം കൂടി കേട്ടു. ഇത്തവണ അത് വളരെ അടുത്തായിരുന്നു. ഇവിടെ നോക്കൂ, ഇവിടെ ആരോ കിടക്കുന്നുണ്ട്. യോസിയുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. ഇത് ശരിക്കും യാഥാർത്ഥ്യമാണോ? അവൻ തൻ്റെ ജീവൻ മുഴുവൻ കണ്ണുകളിലേക്ക് ആവാഹിച്ച് പതുക്കെ ഇമകൾ തുറന്നു. അതേ ഇരുട്ട്, അതേ മഴ, അതേ മരങ്ങൾ. പക്ഷേ അതിനിടയിലൂടെ ഒരു മനുഷ്യരൂപം തനിക്ക് നേരെ ഓടി വരുന്നത് അവൻ കണ്ടു. അവൻ്റെ ശരീരം പൂർണ്ണമായും മരവിച്ചിരുന്നു. ഒരു വിരൽ പോലും ചലിപ്പിക്കാൻ അവന് കഴിഞ്ഞില്ല. മനസ്സിപ്പോഴും അത് വിശ്വസിക്കാൻ മടിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് ആ കാടിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ആ ശബ്ദം മുഴങ്ങി. യോസി! അതെ, ഇത്തവണ അവർ അവൻ്റെ പേര് തന്നെയാണ് വിളിച്ചത്. യഥാർത്ഥ മനുഷ്യർ. അവൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകിയിറങ്ങി. എങ്കിലും അവൻ്റെ ഉള്ളിലെ ഭയം മാറിയിരുന്നില്ല. ഇത് മരണത്തിന് തൊട്ടുമുമ്പ് കാട് തനിക്ക് നൽകുന്ന വിചിത്രമായ ഒരു സ്വപ്നമാണോ എന്നവൻ സംശയിച്ചു. കാടിൻ്റെ മറുപുറത്ത് കെവിൻ. എന്നാൽ ആ സമയത്ത് കാടിൻ്റെ മറ്റൊരു കോണിൽ കെവിൻ ഉണ്ടായിരുന്നു. അവൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണുകൾ ഒരു മൃതദേഹത്തിൻ്റേതുപോലെ ശൂന്യമായിരുന്നു. ദിവസങ്ങളായി അവൻ ഉറങ്ങിയിട്ടില്ല, കൃത്യമായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ശരീരം മുഴുവൻ തളർന്നുപോയിരുന്നു. പക്ഷേ ശാരീരിക ക്ഷീണത്തേക്കാൾ അവനെ ജീവനോടെ കൊല്ലുന്നത് അവൻ്റെ ഉള്ളിലെ കനത്ത കുറ്റബോധമായിരുന്നു. ഞാൻ അവനെ ആ നദിയിൽ വെച്ച് വിട്ടുപോകുന്നില്ലായിരുന്നെങ്കിൽ, ഞാൻ അവനൊപ്പം ഉറച്ചു നിന്നിരുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരന് ഈ ഗതി വരില്ലായിരുന്നു. ഈ ചിന്തകൾ ഓരോ ചുവടിലും അവനെ നരകയാതന അനുഭവിപ്പിച്ചു. യോസിയെ കണ്ടെത്താനായി അവൻ ആ കൊടുങ്കാട്ടിലൂടെ ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞുതിരിയുകയായിരുന്നു. കാടിൻ്റെ വന്യതയിലേക്ക് നോക്കി അവൻ യോസിയുടെ പേര് വിളിച്ച് നിലവിളിച്ചു. പക്ഷേ ആമസോൺ അവന് മറുപടിയൊന്നും നൽകിയില്ല.
വന്യമായ നിശബ്ദതയിലൂടെ ആ കാട് കെവിനെ നോക്കി പരിഹസിക്കുകയായിരുന്നു. അവൻ്റെ എല്ലാ പ്രതീക്ഷകളും ആ ഇരുട്ടിൽ ലയിച്ചു പോയിക്കൊണ്ടിരുന്നു. അതേസമയം പുറം ലോകത്ത് വലിയൊരു രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രാദേശിക ഗൈഡുകൾ, കമാൻഡോകൾ, പോലീസ്, ചില സന്നദ്ധ പ്രവർത്തകർ എന്നിവരടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ കാട്ടിലിറങ്ങി. പക്ഷേ ആമസോൺ അതൊരു സാധാരണ ഭൂപടമല്ല, അതൊരു ഭീകര ജീവിയാണ്. അവിടെ ഓരോ മീറ്ററിലും മരണം പതിയിരിപ്പുണ്ട്. ഓരോ വഴിയും നിങ്ങളെ തെറ്റായ ദിശയിലേക്കാണ് നയിക്കുക. ഹെലികോപ്റ്ററുകൾ മുകളിലൂടെ പറക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇലകൾ തീർത്ത ആ കട്ടിയുള്ള മേൽക്കൂര കാരണം താഴെ എന്ത് നടക്കുന്നു എന്ന് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. അവനെ ഇനി ജീവനോടെ കണ്ടെത്താൻ സാധ്യത വളരെ കുറവാണ്. രക്ഷാപ്രവർത്തകർക്കിടയിൽ നിന്നും ആ വാക്കുകൾ ഉയർന്നു കേട്ടു. പക്ഷേ ആരും ആ ദൗത്യം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. കാരണം ചിലപ്പോഴൊക്കെ മനുഷ്യർ യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി തിരച്ചിൽ തുടരുമല്ലോ. ജീവനിലേക്കുള്ള തിരിച്ചുവരവ്. വീണ്ടും യോസിയിലേക്ക് വരാം. ഇപ്പോൾ ശബ്ദങ്ങൾ വളരെ വ്യക്തമാണ്. മരച്ചില്ലകൾ വെട്ടിമാറ്റുന്ന ശബ്ദം, വോക്കി ടോക്കികളിലെ റേഡിയോ സന്ദേശങ്ങൾ, മനുഷ്യരുടെ വേഗതയിലുള്ള കാൽപെരുമാറ്റങ്ങൾ. ഇവിടെ താഴേക്ക് നോക്കൂ, ഇവിടെയൊരു മനുഷ്യൻ. യോസി പതുക്കെ തൻ്റെ തല ഉയർത്താൻ ശ്രമിച്ചു. അവൻ്റെ കാഴ്ചകൾ അപ്പോഴും മങ്ങിമറയുകയായിരുന്നു. വർഷങ്ങളോളം പട്ടിണി കിടന്ന ഒരു അസ്ഥിപഞ്ജരം പോലെയായിരുന്നു അവൻ്റെ ശരീരം. എങ്കിലും അവൻ ആ കാഴ്ച കണ്ടു. മുകളിൽ നിന്നും മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന ഒരു ടോർച്ചിൻ്റെ വെളിച്ചം. അവൻ വിളിക്കാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ തൊണ്ടയിൽ നിന്നും ഒരു നേർത്ത ശബ്ദം പോലും പുറത്തു വന്നില്ല. അവൻ തൻ്റെ കൈകൾ അല്പം ഉയർത്താൻ നോക്കി. അപ്പോഴാണ് മരങ്ങൾക്കിടയിൽ നിന്നും ആ രക്ഷാപ്രവർത്തകൻ അവൻ്റെ മുന്നിലേക്ക് ചാടി വീണത്. മഴയിൽ കുതിർന്ന യൂണിഫോം ധരിച്ച, കയ്യിൽ റേഡിയോ ഉള്ള ഒരു മനുഷ്യൻ. അയാൾ ആദ്യം ചുറ്റും നോക്കി, പിന്നീട് നിലത്തേക്ക് ടോർച്ചടിച്ചു. അവിടെ ആ കട്ടിയുള്ള ചെളിയിൽ ജീവനറ്റതുപോലെ കിടക്കുന്ന യോസിയെ അയാൾ കണ്ടു. അയാൾ ഒരു നിമിഷം ഞെട്ടിത്തരിച്ച് നിശ്ചലനായിപ്പോയി. ആമസോണിൻ്റെ ഈ കൊടും വന്യതയിൽ ഒരു മനുഷ്യൻ ഇത്രയും ദിവസങ്ങൾ അതിജീവിച്ചു എന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓ മൈ ഗോഡ്, ഹേയ്, നീ കേൾക്കുന്നുണ്ടോ? അയാൾ യോസിയുടെ അടുത്തേക്ക് ഓടിയെത്തി. യോസി അപ്പോഴും പ്രതികരിച്ചില്ല. കാരണം തൻ്റെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ യഥാർത്ഥമാണോ എന്ന് അവൻ ഇപ്പോഴും ഉറപ്പില്ലായിരുന്നു. അടുത്ത നിമിഷം മറ്റൊരു രക്ഷാപ്രവർത്തകൻ കൂടി അങ്ങോട്ടേക്ക് ഓടിയെത്തി. അയാൾ യോസിയുടെ അരികിൽ കുനിഞ്ഞിരുന്ന് അവൻ്റെ തണുത്തു വിറച്ച മുഖം തൻ്റെ കൈകൾക്കുള്ളിലാക്കി പതുക്കെ തഴുകി. യോസി, നീ രക്ഷപ്പെട്ടിരിക്കുന്നു. നീ ഇപ്പോൾ സുരക്ഷിതനാണ്. ആ വാക്കുകൾ ഒരടിയേറ്റതുപോലെ യോസിയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. പതിയെ അവൻ്റെ മൺമറഞ്ഞുപോയ കണ്ണുകളിലേക്ക് ജീവൻ്റെ വെളിച്ചം തിരിച്ചു വന്നു. പിന്നെ അവിടെ സംഭവിച്ചത് ഒരു വൻ പൊട്ടിത്തെറിയായിരുന്നു. അത്രയും നാൾ ഉള്ളിൽ അമർത്തിവെച്ച പ്രാണഭയവും അസഹനീയമായ വേദനയും കൊടിയ ഏകാന്തതയുമെല്ലാം ആ ഒരൊറ്റ കരച്ചിലിലൂടെ പുറത്തേക്കൊഴുകി. അവൻ ആ രക്ഷാപ്രവർത്തകനെ കെട്ടിപ്പിടിച്ച് ഒരു കുട്ടിയെപ്പോലെ അലറിക്കരഞ്ഞു. കാടിനെ നോക്കി കരഞ്ഞു, ആകാശത്തെ നോക്കി കരഞ്ഞു. തൻ്റെ ഈ അവസ്ഥയോർത്ത് അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ മരണത്തിൻ്റെ വക്ത്രങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. പക്ഷേ അവൻ ഒരിക്കലും പഴയ യോസിയായിരിക്കില്ല. രക്ഷാപ്രവർത്തകർ അവനെ സാവധാനം മുകളിലേക്ക് ഉയർത്തി. സ്വന്തം കാലിൽ നിൽക്കാൻ പോലുമുള്ള ശേഷി അവനുണ്ടായിരുന്നില്ല. അവനെ അവർ പതുക്കെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി. മരണത്തിൻ്റെ താഴ്വരയിൽ നിന്നും ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്കുള്ള ആ യാത്ര അത്ര എളുപ്പമുള്ളതായിരുന്നില്ല. ഹെലികോപ്റ്റർ മുകളിലേക്ക് ഉയരുമ്പോൾ യോസി അവസാനമായി ജനലിലൂടെ താഴേക്ക് നോക്കി. ആമസോൺ അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. ഒന്നും സംഭവിക്കാത്തതുപോലെ ശാന്തമായി, നിശബ്ദമായി, വന്യമായി പരന്നുകിടക്കുന്ന ആ പച്ചപ്പിൻ്റെ മഹാസമുദ്രം. പക്ഷെ യോസിക്ക് ഒരു കാര്യം വ്യക്തമായി അറിയാമായിരുന്നു. ആ കാട്ടിൽ വെച്ച് അവന് നഷ്ടപ്പെട്ടത് വെറും വഴിയായിരുന്നില്ല, അവൻ്റെ ആത്മാവിൻ്റെ ഒരു വലിയ ഭാഗം കൂടിയായിരുന്നു. മേഘങ്ങളും മഴയും ആ പച്ചപ്പിനെ മറച്ചുകൊണ്ട് ഹെലികോപ്റ്റർ മുന്നോട്ട് പാഞ്ഞു. യോസി ജനലിലൂടെ ശൂന്യമായ കണ്ണുകളോടെ നോക്കിയിരുന്നു. അവൻ ശാരീരികമായി രക്ഷപ്പെട്ടു എന്നത് സത്യമാണ്. പക്ഷെ അവൻ തിരിച്ചെത്തിയത് പഴയ അതേ മനുഷ്യനായിട്ടായിരുന്നില്ല. പുറം ലോകം അവൻ രക്ഷപ്പെട്ടത് ആഘോഷിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഭയാനകമായ ഒരു യുദ്ധം അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾക്ക് ശേഷം അവൻ ഹോസ്പിറ്റലിലെ വൃത്തിയുള്ള വെളിച്ചം നിറഞ്ഞ ഒരു മുറിയിൽ കിടക്കുകയാണ്. ചുറ്റും ശാന്തമായ മനുഷ്യശബ്ദങ്ങൾ,
പക്ഷെ യോസിക്ക് അതെല്ലാം ഏതോ അന്യഗ്രഹത്തിലെ കാഴ്ചകൾ പോലെയാണ് തോന്നിയത്. അത് തൻ്റെ മറ്റൊരു ജന്മമാണെന്ന് അവൻ കരുതി. അവൻ പതുക്കെ കണ്ണുകൾ അടച്ചു, പിന്നെ തുറന്നു. ഇപ്പോൾ അവൻ ഉറപ്പാണ്, താൻ സുരക്ഷിതനാണ്. പക്ഷേ ആമസോണിൻ്റെ ആ ഇരുണ്ട ആഴങ്ങളിൽ വെച്ച് തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ നിന്നും ഒരിക്കലും മായില്ല. ഓരോ രാത്രിയിലും ഓരോ മഴയിലും ആ പച്ച നരകം അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും എവിടെയും. അവൻ ജീവനോടെ തിരിച്ചു വന്നു. പക്ഷേ ആമസോൺ അവൻ്റെ വിധിയെ എന്നേക്കുമായി മാറ്റിമറിച്ചു കഴിഞ്ഞിരുന്നു. ഇത് എഡ്ജ് ഓഫ് സ്റ്റോറീസ്. ആമസോണിൻ്റെ കൊടും വന്യതയിൽ 3 ആഴ്ചയിലധികം ഒരൊറ്റ ലൈറ്ററും തൻ്റെ ആത്മവിശ്വാസവും മാത്രം കൈമുതലാക്കി യോസി ഗിൻസ്ബർഗ് നടത്തിയ ആ അവിശ്വസനീയമായ അതിജീവനത്തിൻ്റെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കൂട്ടുകാരെ, ഈ ഭീതിജനകമായ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ ദയവായി കമൻറ്റ് ചെയ്യുമല്ലോ. ഒപ്പം ലോകത്തിൻ്റെ ഏതു ഭാഗത്തിരുന്നാണ്, ഏത് സ്ഥലത്തിരുന്നാണ് നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്നുകൂടി താഴെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ നാടിൻ്റെ പേരറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ആവേശകരമായ കഥകൾക്കായി എഡ്ജ് ഓഫ് സ്റ്റോറീസ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു സൂപ്പർ കഥയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.